Good evening, everyone. Welcome to Psycho Learning. സോ നമ്മൾ മറ്റന്നാൾ നമ്മുടെ എക്സാം ആണല്ലേ, ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പേപ്പറിന്റെ എന്തായി പ്രിപ്പറേഷൻ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ജസ്റ്റ് ഇങ്ങനെ റിവൈസ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, എന്താണ്? ഓക്കെ, ഷിൻസിയ പറയുന്നുണ്ട് ഒന്നും പഠിച്ചിട്ടില്ല മിസ്സേ, ഒന്ന് പഠിപ്പിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഈ സെഷന് നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയൊരു ഡിസ്കഷൻ ആണ്. അതായത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഏകദേശം നമ്മൾ ഇയേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ആ ക്വസ്റ്റ്യൻസിലുപരി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാതും ഒന്ന് ത്രൂ ഔട്ട് പോവണം. ത്രൂ ഔട്ട് എല്ലാ മെറ്റീരിയൽസിലൂടെയും ഒക്കെ ഒന്ന് പോയിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വർഷങ്ങളിലായിട്ട് വീണ്ടും വീണ്ടും എക്സ്പെക്ട് ചെയ്യാൻ, അതായത് നമുക്കത് വരും എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പ് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ പേപ്പറിൽ ഏത് ഭാഗമാണ് ഏറ്റവും ടഫ് ആയിട്ട് തോന്നിയത്? കുറെ നമുക്ക് യൂണിറ്റ് ഉണ്ടല്ലോ, 12 യൂണിറ്റ്സ്. ഏത് യൂണിറ്റാണ് നിങ്ങൾക്ക് കുറച്ചൊരു ടഫ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഒന്ന് എല്ലാരും ഒന്ന് പറയാവോ? ഹലോ, അങ്ങനെ ചോദിച്ച് കറക്റ്റ് ഒരു ആൻസർ ഇല്ല മാം, കാരണം ഫുള്ള് ഞങ്ങൾക്ക് ടഫാണ്. ഡിസ്റ്റൻസ് സ്റ്റഡി അല്ലേ. യാ, ശരിയാണ് ശരിയാണ്. ഇത് ഫസ്റ്റ് എഴുതുന്നവരാണോ? എക്സാം ഫസ്റ്റ് എഴുതുന്നവരാണോ എല്ലാവരും? അതെ, ഞാൻ ഫസ്റ്റ് ടൈം. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവരും എങ്ങനെയാണ്? എല്ലാം സന പറയുന്നുണ്ട് എല്ലാം പണിയാണ്. ഓക്കെ ഓക്കെ, ഷിൻസിയ പറയുന്നുണ്ട് യെസ് ഞാനും ഫസ്റ്റാ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചർ കിട്ടണം അല്ലേ, അതായത് എത്ര മാർക്കിനാണ്, അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ്, ഇതൊക്കെ ഒരു എക്സാമ്പിളാകുമ്പോൾ നമുക്ക് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ പ്രീവിയസ് ഇയറിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജുമിയും പറയുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ആയിട്ടുള്ളവരാണ് കുറെ പേര് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എക്സാമിന്റെ പാറ്റേൺ പറഞ്ഞിട്ട് തുടങ്ങാം അല്ലേ മുസിന? യെസ് മാം. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ നമുക്കറിയാം 100 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് 20 മാർക്സ് ഈച്ച്, അതായത് 20 മാർക്കിനാണ് ഓരോ ക്വസ്റ്റ്യൻസും വരുന്നത്. 20 മാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ കൊട്ട കണക്കിന് എഴുതാനുണ്ടാവും. നമ്മളിങ്ങനെ നമ്മുടെ പെന്നും നമ്മുടെ കൈയും ഓർമ്മയും ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എഴുതണം. അപ്പോ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായാലേ നമുക്കിങ്ങനെ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ 20 മാർക്കിന് ഏകദേശം എത്ര എഴുതേണ്ടി വരും? മുബഷിർ എന്ന് പറഞ്ഞേ, ഏകദേശം എത്ര എഴുതേണ്ടി വരും? 20 മാർക്കിന് ഏകദേശം എത്ര പേപ്പർ നമുക്ക് എടുക്കാം? മുബഷിറ കെ പി. ഇത് ഭയങ്കര ഫ്രീലി ഇന്ററാക്ഷൻ ആട്ടോ, നിങ്ങൾക്ക് നന്നായിട്ട് എന്നോട് സംസാരിക്കാം നമുക്ക്. ഓക്കെ, മൂസിനെ എന്നെ ലീഡ് ചെയ്യട്ടെ. ഒരു 8 യാ 8 ആവാം, 4 സൈഡ് ആവാം. ഏകദേശം ടൈം കിട്ടുവോ? ടൈമാണ് മാം പ്രശ്നം. കഴിഞ്ഞ എക്സാമിന് തന്നെ നമ്മൾ എഴുതുമ്പോഴത്തേക്കും ടൈം ഒരു വിഷയമാണല്ലേ. ഓക്കെ, നമുക്ക് എങ്ങനെ ഫസ്റ്റ് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ നോക്കുമ്പോ ഏകദേശം ഇപ്പൊ ഷിൻസിയ പറഞ്ഞ പോലെ ഒരു 4 സൈഡ് എന്തായാലും നമുക്ക് വേണം. അപ്പൊ നമ്മളിങ്ങനെ എഴുതി വരുമ്പോഴായിരിക്കും നമ്മളിങ്ങനെ സമയം നോക്കുമ്പോണ്ടാകും സമയം ടേൺ ഔട്ട് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ അതിന് ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം എന്തൊരു ക്വസ്റ്റ്യൻ കണ്ടാലും എന്ത് ചെയ്യണം? ഇപ്പൊ ഒരു കൾച്ചർ, ഒരു സിവിലൈസേഷൻ എന്ന് കണ്ട ഫസ്റ്റ് ആയിട്ട് തന്നെ കൾച്ചർ എന്താന്ന് എഴുതി പിടിപ്പിക്കുക. ഓക്കെ, കൾച്ചർ എന്താണ്? ഇനി ആരെങ്കിലും കൾച്ചറിനെ കുറിച്ച് ഡെഫിനിഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ അപ്പാടെ എഴുതുക. പിന്നെ എന്തെങ്കിലും ഇയർ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ എഴുതുക. അപ്പൊ അതാണ് മെയിൻ വേണ്ടത്. നമുക്കൊന്നും അറിയില്ലെങ്കിലും നമ്മൾ ഫസ്റ്റ് നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം അയാൾ നോക്കുക എന്തായിരിക്കും? ഫസ്റ്റത്തെ ഭാഗ്യമായിരിക്കും അയാൾ നോക്കുന്നുണ്ടാവുക. ബാക്കി ആ 2ാമത്തെ പേജോ 3ാമത്തെ പേജോ ഒന്നും അയാൾ വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഫസ്റ്റ് പേജിൽ ഫസ്റ്റ് ഭാഗങ്ങളായിരിക്കും നോക്കുന്നുണ്ടാവുക. അപ്പൊ നന്നായിട്ട് പഠിക്കുന്ന ഭാഗം ഏതും ആവണം, ആ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിട്ട് എഴുതിയിട്ട് പിന്നീട് എന്ത് ചെയ്യുക? പിന്നീട് ഇങ്ങനെ ഇനിയിപ്പോ അറിയില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ എഴുതുന്നത് ഒരു പോയിന്റ് വൈസോ ബുള്ളറ്റ് വൈസൊക്കെ ആയിട്ട് എഴുതുക. നന്നായിട്ട് പരത്തി എഴുതാതിരിക്കുക. അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുക. നമുക്കൊക്കെ അറിയുന്നുണ്ടാവും, എല്ലാം നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ
എഴുതുന്ന രീതി എന്തായിരിക്കും, പാരഗ്രാഫ് തിരിക്കാതെ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. അത് വായിക്കാൻ ഈ പ്രൊഫസേഴ്സിന് വല്ലാതെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ എഴുതുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കുക, ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതി ജസ്റ്റ് ഒരു പാരഗ്രാഫ് വൈസ് ആക്കി തിരിച്ചിട്ട് ചില പോയിന്റ്സ് ഒക്കെ ഒന്ന് ബുള്ളറ്റ് പോയിന്റ് ആക്കിയിട്ട് എഴുതുക. പോയിന്റ് ആക്കിയിട്ട് എഴുതുക. കഴിയുവാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയത് നമുക്ക് തന്നെ ഏകദേശം ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാവുമല്ലോ അല്ലെ മോസിന? നമുക്ക് ചില പോയിന്റ്സ് ഒക്കെ കാണുമ്പോൾ ഓക്കെ ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെ ഒന്ന് കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ അത് കാണുന്നവർക്ക്, അതായത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഓക്കെ ഈ കുട്ടിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലോട്ട് എത്തും. ഇവർക്ക് എന്തൊക്കെ അറിയാം. അപ്പൊ നമ്മളിപ്പോ ആ 3-ാമത്തെ പേജിലോ 2-ാമത്തെ പേജിലോ നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ എഴുതി വെച്ചാലും അവരത് വല്ലാതെ ശ്രദ്ധിക്കാൻ അത് ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ പേപ്പറിൽ നല്ല വൃത്തിയായിട്ട് എഴുതാൻ നോക്കുക. അതായത് ഇപ്പൊ ടോപ്പിക്കിന്റെ ഡെഫിനിഷൻ ആവാം, അല്ലെങ്കിൽ ഇയർ ആവാം, അല്ലെങ്കിൽ പ്രൊപ്പണന്റ്, അത് ആരാണോ ആ തിയറി കൊണ്ടുവന്ന ആള് അയാളുടെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പൊ ഫസ്റ്റ് ഇംപ്രഷൻ എന്ത് ചെയ്യണം നമ്മള് പിടിച്ചു പറ്റണം. ഓക്കെ അല്ലേ? ഓക്കെ. സോ നമ്മൾ മെയിൻ ആയിട്ട് ജനറൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ടൈം മാനേജ്മെന്റ് നമ്മൾ വളരെയധികം കൃത്യത്തിലായിരിക്കണം. പിന്നീട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഏകദേശമൊക്കെ എല്ലാതും നോക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നമ്മുടെ ത്രൂ ഔട്ട് ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇന്ററാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളും പഠിച്ചിരിക്കേണ്ടതുണ്ടല്ലോ. സോ നമുക്ക് പോയാലോ ക്വസ്റ്റ്യൻസിലോട്ട്? സോ മൂസിന മാത്രമാണ് ഒന്ന് എന്നോട് സംസാരിക്കുന്നത്. എന്താണ് വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവർക്കും ഒരു ഉഷാറില്ലല്ലോ. ഓക്കെ, സോ യൂണിറ്റ് 1 സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊരു ടഫാണ്. കാരണം നമുക്ക് കുറച്ചൊരു ഫാക്ച്വൽ ആയിട്ടൊക്കെ എഴുതണം അല്ലേ, ഇതൊരു പൊട്ട സബ്ജക്റ്റ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഷിൻസി പറയുന്നത് വളരെ വളരെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്. മേ ബി ആവാം. ഈ യൂണിറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു യൂണിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ മോസിന, ഈ ഭാഗത്തുനിന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇനിയും നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വരാം. ഈ 4 ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2023-ലും 2022-ലും തന്നെ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 2023-ൽ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, 24-ല് 23-ല് ഇങ്ങനെ റിപ്പീറ്റഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ യൂണിറ്റ് സ്കിപ്പ് ആക്കാതെ നോക്കണം. ഈ യൂണിറ്റ് ഒന്ന് പഠിക്കണം. ഓക്കെ, അതായത് ഈ യൂണിറ്റിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിപ്പ് ആക്കാതെ ഈ ഒരു യൂണിറ്റ് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഡിസ്കസ് ദ വേരിയസ് അപ്രോച്ചസ് പെർസ്പെക്റ്റീവ്സ് ടു സ്റ്റഡി ഇന്ത്യൻ സിവിലൈസേഷൻ ആൻഡ് കൾച്ചർ. അതായത് ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ടും കൾച്ചറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വേരിയസ് ആയിട്ടുള്ള അപ്രോച്ചസും പെർസ്പെക്റ്റീവ്സും ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നാണ് അവർ ചോദിക്കുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഒന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട്. മോസിനൊക്കെ അറിയുന്നുണ്ടെങ്കിൽ മോസിന ഒന്ന് പറഞ്ഞേ. എന്തായിരുന്നു മാം, ഞാൻ ലീവ് ചെയ്ത് ജോയിൻ ചെയ്തതാണേ. ഓക്കെ. അതായത് നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷനെ കുറിച്ചിട്ടും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചിട്ടും വേരിയസ് ആയിട്ടുള്ള അപ്രോച്ചസും പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അറിയാവോ എന്നായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അറിയാവോ? 4 അപ്രോച്ചസ് ഉണ്ട്, പക്ഷെ ഏതൊക്കെയാന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. എന്നെ ക്യാപ്ചർ ചെയ്യാൻ നോക്കണേ. വേരിയസ് ആയിട്ടുള്ള അപ്രോച്ചസ് വളരെ സിമ്പിൾ ആയിട്ട് ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, സ്ട്രക്ചറൽ. ഏതൊക്കെയാണ്? ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, സ്ട്രക്ചറൽ. ഒന്ന് ആരെങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? നമുക്കൊന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ നമുക്കൊന്ന് പഠിപ്പിക്കാം. മൂസിന പറ. ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ. ഇത് സിവിലൈസേഷൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ്. ഓക്കെ, സോ ഇൻഡോളജിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ടെക്സ്റ്റൽ ആയിട്ടുള്ള, അതായത് വളരെ സ്ക്രിപ്ചൽ ആയിട്ടുള്ള അനാലിസിസ് ആയിരിക്കും. അതായത് നമ്മുടെ പണ്ടത്തെ ഹിസ്റ്ററിനെ കുറിച്ച്, ആൻഷ്യന്റ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ നല്ല രീതിയിൽ ടെക്സ്റ്റൽ ആയിട്ടുള്ള സ്ക്രിപ്ചൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് ഇൻഡോളജിക്കൽ എന്ന് പറയുമ്പോൾ. ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഹിസ്റ്ററി ആയിട്ട് നടന്നിട്ടുള്ള ഇവന്റ്സ് ആവാം, ഡൈനാസ്റ്റീസ് ആവാം, സോഷ്യൽ പാസ്റ്റ് ചേഞ്ചസ് ആവാം, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതായിരിക്കും ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമ്മൾ
പഠിച്ചിട്ടുണ്ടാവാം. ആൻഡ് കൾച്ചറൽ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അത് എന്തായിരിക്കും? കൾച്ചറൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, കൾച്ചറൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ആർട്ടിനെ കുറിച്ച്, ആർക്കിടെക്ചറിനെ കുറിച്ച്, ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട്, റിലീജിയനെ കുറിച്ചിട്ട്, മ്യൂസിക്കിനെ കുറിച്ചിട്ട്, ഡാൻസിനെ കുറിച്ചിട്ട്, ഫിലോസഫിയെ കുറിച്ചിട്ട് എന്നിവയൊക്കെയാണ് നമ്മൾ കൾച്ചറൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? അപ്രോച്ച് ചെയ്യാറുള്ളത്. അതായത് നമ്മളൊരു സിവിലൈസേഷൻ നമ്മൾ കാണുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹാരപ്പൻ സിവിലൈസേഷനെ കാണുന്നു, അല്ലെങ്കിൽ നമ്മളൊരു മുഗളിനെ സിവിലൈസേഷൻ ആണ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ ആർട്ട് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? അതിനെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇൻഡോളജിക്കൽ ആവും, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അപ്രോച്ച്, കൾച്ചറൽ ആയിട്ടുള്ള അപ്രോച്ച് ആൻഡ് ഓൾസോ സ്ട്രക്ചറൽ ആയിട്ടുള്ള അപ്രോച്ച്. എന്താണ് ഈ സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ? സ്ട്രക്ചറൽ എന്ന് വെച്ചാൽ നമുക്കറിയാം കാസ്റ്റ്, കിൻഷിപ്പ്, ഫാമിലി, വില്ലേജ്, സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ആൻഡ് സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നിവയൊക്കെയാണ് നമ്മൾ സിവിലൈസേഷനെ, ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിക്കണം, സിവിലൈസേഷനെ കുറിച്ച്, സിവിലൈസേഷൻ അതുപോലെ തന്നെ കൾച്ചറും പഠിക്കാനുള്ള അപ്രോച്ചസും പെർസ്പെക്റ്റീവ്സ് ആണ് ചോദിച്ചത്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ നമ്മുടെ സിവിലൈസേഷൻ പഠിക്കാനുള്ള അല്ലെങ്കിൽ സിവിലൈസേഷൻ നമുക്ക് സ്റ്റഡി ചെയ്യാനുള്ള, അപ്രോച്ച് ചെയ്യാനുള്ള ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ. ഇത് ഓക്കെയാണോ? ഇതൊന്ന് മെൻഷൻ ചെയ്ത് നിങ്ങളുടെ ആൻസറിലൂടെ നിങ്ങൾ പോകണം. ഇനി നമ്മളുടെ അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു കൾച്ചറൽ, അതായത് നമ്മൾ പറഞ്ഞു ഇത് സിവിലൈസേഷനും കൾച്ചർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ നമ്മുടെ കൾച്ചർ ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് നോക്കാം? നമ്മുടെ മെറ്റീരിയലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. അതായത് ഇത് കൾച്ചറിനെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണോ ആളുകൾ ഇന്ററാക്ട് ചെയ്ത രീതി, അല്ലെങ്കിൽ അവര് പറഞ്ഞിട്ടുള്ള അവരുടെ മെസ്സേജസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ മീനിങ്ങിനെ കൺവേ ചെയ്യുന്ന രീതിയാണ് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പ്ലോർസ് ഹൗ കൾച്ചർ ഇൻഫ്ലുവൻസസ് ദ വേ പീപ്പിൾ ഇന്ററാക്ട്, ഇന്റർപ്രറ്റ് ദ മെസ്സേജസ് ആൻഡ് കൺവേ മെസ്സേജസ്. ഇതിന്റെ ഫീച്ചേഴ്സ്, അതായത് നമ്മുടെ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ചിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, ടോളറൻസ് ആൻഡ് ബ്രദർഹുഡ്, റെസ്പെക്ട് ഫോർ ദ സ്പിരിച്വൽ ആൻഡ് ഡിവൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അതുപോലെ തന്നെ വേറൊരു അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ പറയാം. അതായത് സോഷ്യൽ സ്ട്രക്ചറും അതുപോലെ തന്നെ കൾച്ചർ ഓഫ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഡീപ്ലി ഇൻഫ്ലുവൻസ്, അതായത് അതിന്റെ പാസ്റ്റിനോട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇതിൽ പറയുന്നത് എന്താണ്? ഹിസ്റ്ററിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് എങ്ങനെയാണ് ഇൻവേഷൻസ്, മൈഗ്രേഷൻസ്, എങ്ങനെയാണ് റിലീജിയനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതായത് ഡൈവേഴ്സിറ്റിയിലേക്ക് ലെഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പെർസ്പെക്റ്റീവിലോട്ട് എഴുതാൻ നോക്കുക. ഏതൊക്കെയാണ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞത്? കൾച്ചറിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ചും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവും. ഓക്കെ, ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ ആൻസറിലോട്ട് വരുത്താൻ നോക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, ഓക്കെ, ഷിൻസി എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കൾച്ചർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോ ഡിസ്കഷൻ വെച്ച ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ മാം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന വെച്ചാല് സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെൻഷൻ ചെയ്യേണ്ട 4 അപ്രോച്ചസ് എന്ന് പറയുന്നത് ഇൻഡോളജിക്കൽ, ഒന്ന് എഴുതാൻ നോക്കുക കേട്ടോ, എന്റെ ഒപ്പം തന്നെ ഒന്ന് എഴുതാൻ നോക്കുക. ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, സ്ട്രക്ചറൽ. ഓക്കെ, ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, സ്ട്രക്ചറൽ. ഇതാണ് സിവിലൈസേഷനെ പഠിക്കാനുള്ള അപ്രോച്ചസ്. ഓക്കെ ഓക്കെ ഹലോ ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ ചോദിച്ചോളൂ. അപ്പൊ ഈ കാറ്റലോഗ് അപ്രോച്ച്, കൾച്ചറൽ എസൻസ് അപ്രോച്ച്, കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച്, അതൊക്കെ എന്താ? അതും ഒരു അപ്രോച്ച് ആണ്. അതെ, അതും നിങ്ങൾക്ക് നമ്മളുടെ മെറ്റീരിയൽസിൽ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള 4 അപ്രോച്ച്. യു ക്യാൻ മെൻഷൻ ദിസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ കൾച്ചറിന്റെ കാര്യത്തിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ അപ്രോച്ച്, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഏറ്റവും അത് അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറി ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് എഴുതിയിട്ടില്ല, അത് ഒരാൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ മെൻഷൻ ദോസ്. അതായത് ഹിസ്റ്റോറിക്കൽ, ഇൻഡോളജിക്കൽ എന്നുള്ള ഭാഗത്തിലോട്ട് വരാം. കാരണം അത് എഴുതണം നിർബന്ധമില്ല. അതൊരു മെറ്റീരിയൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു സാധനം ആണെന്ന് മാത്രമേ ഉള്ളൂ.
നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതിയാൽ അത്രയും നല്ലത്. കാരണം എന്താണ്, നമ്മൾ വളരെ നല്ല രീതിയിൽ ആരാണ് ഇത് പ്രപ്പോസ് ചെയ്തത്, ഏത് ഇയർ ആണ്, ആളൊക്കെ മെൻഷൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. അപ്പൊ അത് എഴുതുവാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ്. ഇനി അത് എഴുതാത്ത, അത് തീരെ നോക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ആൻസർ എങ്ങനെ നമുക്ക് എഴുതാം? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ, സ്ട്രക്ചറൽ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പം റിൻഷാൻ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഇത് പഠിച്ചിട്ടില്ല, അത് പഠിക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? ഈ ഇൻഡോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് സ്ട്രക്ചറൽ എന്നുള്ളതിലോട്ട് നിങ്ങൾക്ക് വരാം എന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ കൾച്ചർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇറ്റ്സ് പാസ്റ്റ്. അതായത് ഇന്ത്യൻ സിവിലൈസേഷനെ, കൾച്ചറിനെ വളരെയധികം അതിന്റെ പാസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം 2023 ജൂണിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇതെങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും? ആദ്യം തന്നെ എന്ത് എഴുതാൻ നോക്കുക? കൾച്ചർ എന്നുള്ള കീവേഡാണ് നമുക്ക്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ കീവേഡ് ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇതിലെന്താണ് നമ്മളുടെ കീവേഡ്? കൾച്ചർ എന്നുള്ളതാണ് കീവേഡ്. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക? കൾച്ചർ എന്താന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്താണ് കൾച്ചർ എന്നുള്ളത് എഴുതി വെക്കുക. എന്നിട്ട് അതിലോട്ട് വരിക. എന്ത് കാര്യം ഉണ്ടെങ്കിലും കീവേഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് പിന്നീട് അതിന്റെ അടിയിലോട്ട് നമുക്ക് വന്നാൽ മതി. സോ ഇതിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ട്രഡീഷനിൽ വളരെ കണ്ടിന്യൂറ്റി ആയിട്ട് കിടക്കുന്ന ഒന്നാണ്. അതായത് ട്രഡീഷൻസ് ആയിക്കോട്ടെ, വാല്യൂസ് ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, വളരെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിൽ അവിടെ അതായത് എക്സ്റ്റെൻഡ് ആയി കിടക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് വളരെ റിലീജിയനിലാണെന്നുണ്ടെങ്കിലും, റിച്വൽസിലാണെന്നുണ്ടെങ്കിലും, ഫാമിലി ലൈഫ്, കാസ്റ്റ്, ഫെസ്റ്റിവൽസ്, ഫിലോസഫി എന്നൊക്കെ പറയുന്നതാണ് ഒരു കൾച്ചറൽ ബിഹേവിയറിനെ വളരെയധികം എന്ത് ചെയ്യുന്നത്? ഷേപ്പ് ചെയ്തെടുക്കുന്നത്, അതായത് രൂപപ്പെട്ട് എടുക്കുന്നത് നമ്മുടെ ഏൻഷ്യന്റ് ആയിട്ടുള്ള റിലീജിയനും റിച്വൽസും ഫാമിലി ലൈഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോ നമ്മളുടെ ഒരു രീതിയിൽ, അതായത് നമ്മുടെ റിലീജിയൻ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വേദിക് ടെക്സ്റ്റുകൾ, ബുദ്ധിസ്റ്റ്, അതുപോലെ തന്നെ ഇസ്ലാമിക് ആയിക്കോട്ടെ, കൊളോണിയൽ റൂളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷന്റെ കൾച്ചറിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇതെന്താണ്? ഇത് ലാംഗ്വേജ് ആവാം, ആർട്ട് ആവാം, ഫുഡ് ആവാം, ആർക്കിടെക്ചർ ആവാം, സോഷ്യൽ നോംസ് ആവാം. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പാസ്റ്റില് നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷന്റെ കൾച്ചറിനെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആണ്. രണ്ടാമത്തെ കീവേഡ് ആണ് പറയുന്നത്. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ നോക്കാം. ദ പാസ്റ്റ് ആക്ട് ആസ് എ കൾച്ചറൽ ഫൗണ്ടേഷൻ. ഓക്കെ, പാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൾച്ചറൽ ഫൗണ്ടേഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വൈൽ ന്യൂ ഇൻഫ്ലുവൻസസ് ബ്രിങ് ചെയ്യുക, അതായത് ന്യൂ ഇൻഫ്ലുവൻസസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് വരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ മേക്കിംഗ് ഇന്ത്യൻ കൾച്ചർ ബോത്ത് ആൻഷ്യന്റ് ആൻഡ് ഇവോൾവിംഗ്, അതായത് വളരെ ആൻഷ്യന്റ് ആയിട്ടുമാണ് എന്നാൽ ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ ഒരു ആൻസർ എഴുതാൻ നോക്കുമ്പോൾ എന്ത് ചെയ്താൽ നോക്കുക? അതിന്റെ പാസ്റ്റിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ റിലീജിയൻ, അതുപോലെ തന്നെ നോംസ്, വ്യത്യസ്തമായിട്ടുള്ള മതങ്ങളും ഫാമിലി ലൈഫും കാസ്റ്റും ഫെസ്റ്റിവൽസും ഇതൊക്കെ കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷന്റെ കൾച്ചറിനെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് ടൈമിന്റെ ഇതുള്ളതുകൊണ്ട് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്യാനുണ്ട്. കൻ ഐ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് കമ്പോസിറ്റ് കൾച്ചർ, റിഫ്ലെക്സിവിറ്റി ഓഫ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ കൾച്ചറിനും വളരെ യൂണിറ്റിക്കും നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണല്ലോ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെയധികം നമുക്കിപ്പോൾ അറിയാം, മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അത് എന്താണെന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരം ആൻസറുകളിലോട്ട് വന്നാൽ മതി. അതായത് വളരെയധികം വ്യത്യസ്ത മതങ്ങളാലും അതുപോലെ തന്നെ ലാംഗ്വേജസിനാലും റിലീജിയൻ, കാസ്റ്റ്, ക്യൂസിൻസ്, ആർട്ടും അതുപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഡൈവേഴ്സിറ്റി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഒരു ആൻസർ എഴുതുമ്പോൾ എന്തൊക്കെ വരാം? ഡൈവേഴ്സിറ്റി എന്ന് കാണുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഓർമ്മയിലോട്ട് വരണം നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസ്, റിലീജിയൻ, കാസ്റ്റ് എന്നുള്ളതൊക്കെ വളരെയധികം എന്ത് ചെയ്യാൻ നോക്കുക? ആൻസറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അപ്പൊ നമുക്കിപ്പോ ചിലപ്പോൾ കുറെ പോയിന്റ്സ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? കുറച്ച് റിലീജിയൻസിന്റെ പേരും കാസ്റ്റ്, നമുക്ക് അറിയാവുന്ന കാസ്റ്റുകളും അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജസിനൊക്കെ മെൻഷൻ ചെയ്ത് പോവുക. അതുപോലെ തന്നെ എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ
കുറെ കൾച്ചറിൽ ഉണ്ടെങ്കിൽ പോലും എന്താണ് വളരെയധികം നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് വളരെയധികം പ്ലൂറൽ ആയിട്ട് നമ്മൾ യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ആൻസറിന് എന്ത് ചെയ്യാം, അതിലോട്ട് ഡൈവേർട്ട് ആയിട്ട്, അതായത് അങ്ങനെ ഒരു കൺസ്ട്രക്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, ഡൈവേഴ്സിറ്റി. അപ്പൊ ഇവിടുത്തെ ഒരു കീവേഡ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ആണ്. അപ്പൊ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക, ഇതിൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ ഓക്കെ ആണ് മാം. അതാണ് സംസാരിക്കാത്തത്. ഓക്കെ ഓക്കെ ഫൈൻ. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് സെൽഫ് സഫീഷ്യന്റ് ആണോ, ഒരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. വാസ് ഇറ്റ് എ മിത്ത്, അതൊരു മിത്താണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതെന്ത് ചെയ്യാം, ഇത് നിങ്ങളുടെ ഒരു ആൻസർ ആയിട്ട്, അതിനൊരു സെർട്ടൈൻ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. അത് നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾ എന്താണോ കണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിട്ട്, നമ്മൾ ട്രഡീഷണൽ ഇന്ത്യൻ വില്ലേജസ് ഒക്കെ എങ്ങനെയായിരുന്നു, അവരുടേതായിട്ടുള്ള ഫുഡും ഗുഡ്സും സർവീസസ് ഒക്കെ ഇപ്പോൾ ജജ്മാനി സിസ്റ്റത്തിലൂടെയൊക്കെ സർവീസസ് അതിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമുക്കറിയാലോ, അതായത് ആർട്ട് ലൂമുകളും ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വളരെ നല്ല രീതിയിൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഇന്ത്യൻ വില്ലേജസ് നമുക്കുണ്ട്. അപ്പോൾ ഈ ഐഡിയ എന്ന് പറയുന്നത് മേ ബി പാർഷ്യലി അതെന്താവാം, മിത്താവാം. ബിക്കോസ് വില്ലേജസ് ഓൾവേസ് ഡിപ്പെൻഡ് ഓൺ ടൗൺ. അതായത് എപ്പോഴും വില്ലേജിനെ മാത്രമായിട്ടല്ല, വില്ലേജ് ടൗൺസിനെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാ, ടൂൾസിന് വേണ്ടിയിട്ടും. ഇപ്പൊ സോൾട്ട്, മെറ്റൽസ്, മാർക്കറ്റ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് പാർഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്, വില്ലേജസ് ടൗൺസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അതിന്റെ എന്താന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ഒരു ആൻസർ പോലെ ഇരിക്കും. അതായത് നിങ്ങൾ എങ്ങനെയാണോ ഇതിനെ പഠിച്ചെടുത്തിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണോ ഈ ക്വസ്റ്റ്യനെ കണ്ടിട്ടുള്ളത്, അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആൻസറിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. കാരണം അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചത്. വാസ് ഇറ്റ് എ മിത്ത്, അതൊരു മിത്ത് ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി പറ്റും. ഞാനൊരു ഹിന്റ് ആക്കി തരുവാണ്. അതായത് അതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള വില്ലേജ് നമുക്കുണ്ട്, അത് വളരെ സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു. എന്നെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓക്കെ മിസ് ചെയ്ത് ഒന്നുകൂടി പറയാം. ഓക്കെ, ഇത് സെൽഫ് സഫീഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൽഫ് സഫീഷ്യന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്, നമ്മൾ സ്വയം പര്യാപ്തരാണോ എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യൻ വില്ലേജസ്, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു, അതായത് സ്വന്തം നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇന്ത്യൻ വില്ലേജസ് എന്ന് പറയുന്നത്, ട്രഡീഷണൽ ആയിട്ടുള്ള ഇന്ത്യൻ വില്ലേജസ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യാറുള്ളത് സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു എന്ന് തന്നെയാണ്. പ്രൊഡ്യൂസിങ്, അതായത് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസസും ജജ്മാനി സിസ്റ്റത്തിലൂടെ വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു ഇന്ത്യ. എന്നാൽ നമുക്ക് ഈ ഐഡിയ എന്തുകൂടെ പറയാം, മിത്താണ് എന്നുള്ളത് കൂടെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണ്, പാർഷ്യലി കേട്ടോ. കാരണം ഈ വില്ലേജസ് എന്ത് ചെയ്യാൻ പറ്റും, അവർ ടൗണിനെ കൂടെ എന്ത് ചെയ്യാറുണ്ട്, ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. കുറെ സാധനങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെറ്റൽ മാർക്കറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ടൗൺസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിലായിട്ട്, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ഇത് ശരിയാണെന്ന് പറഞ്ഞിട്ട് എഴുതാം, അല്ലെങ്കിൽ പാർഷ്യലി നമ്മളിത് കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എഴുതാം. അതാണ് ഞാൻ പറഞ്ഞത്, അപ് ടു യു. അതായത് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനൊരു കറക്റ്റ് ആൻസർ ഇല്ല, മീൻസ് യെസ് ഓർ നോ എന്നുള്ള ഒരു കറക്റ്റ് ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. അപ്പൊ ഇത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, ഇനി നമ്മളുടെ നെക്സ്റ്റ് യൂണിറ്റിലോട്ട് നമ്മൾ പോകുകയാണ്. ഇന്ത്യ ആസ് കോളനി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ നിന്നാണ്. ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഒന്നാമത്തെ ക്വസ്റ്റ്യന് എത്ര വട്ടാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. 2022-ലും 2023-ലും ഡിസംബർ 2023-ലും 2024-ലും. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, നമുക്ക് ഈ വർഷവും നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് എങ്ങനെയാണ് ഇന്ത്യയെ കൊളോണിയലിസ്റ്റുകളും ഐഡിയോളജിസ്റ്റുകളും നാഷണലിസ്റ്റുകളും ഇൻഡിയോളജിസ്റ്റുകളും ഇന്ത്യയെ കണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, എങ്ങനെയാണ് ഇവര് ഇതിനെ കണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെയാണെന്നുള്ളത് വല്ല ഐഡിയ ഉണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഈ ഭാഗം? പഠിച്ചിട്ടുള്ളവരൊന്ന് പറഞ്ഞേ. ആരും അത് വർക്ക്ഔട്ട് ചെയ്തിട്ടില്ലേ ഇതുവരെ? അത് വായിച്ചാൽ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല മിസ്സേ. മെയിനായിട്ട് മൊത്തത്തില് കൺഫ്യൂഷനാണ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഞാനത് ചെറുതായിട്ടൊന്ന് ഞാൻ എല്ലാതിൻ്റെ ഇതൊന്ന് പറഞ്ഞു പോകാം. ഇന്ത്യൻ സൊസൈറ്റിയെ ഇൻഡോളജിക്കൽ വ്യൂവിൽ കണ്ടിട്ടുണ്ടായിരുന്നത്, ഇത് എമർജ് ചെയ്യുന്നത് തന്നെ കൊളോണിയൽ പീരിയഡിലാണ്. ഒന്നാമത്തെ നമ്മുടെ കീവേഡ് കിട്ടി. ഇൻഡോളജിക്കൽ വ്യൂ
വരുന്ന സമയം കൊളോണിയൽ പീരീഡ് ആണ്. അതായത് നമ്മുടെ ബാറ്റിൽ ഓഫ് പ്ലാസി കണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, എല്ലാവർക്കും ഒരു ബോധമൊക്കെ വരുവാണ്. അതായത് നമ്മുടെ സൊസൈറ്റിയിൽ ഗവേൺ ചെയ്യാൻ വളരെയധികം നന്നായിട്ട് ഒരു എഫക്റ്റീവ്ലി ഒരു ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു നീഡി ആയിട്ടുള്ള ഒരു സംഭവം അവിടെ കാണുവാണ്. അതായത് സൊസൈറ്റിയെ ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യകത അവിടെ കൊണ്ടുവരികയാണ്. അപ്പൊ ഇൻഡോളജിക്കൽ വ്യൂ എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, ഇൻഡോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് സെൻട്രിക് ആണ്. നമ്മുടെ ആൻഷ്യന്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ ഉണ്ടല്ലോ, പണ്ടത്തെ പുരാണം ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, ഇതിലോട്ടാണ് ഇതിന്റെ ടെക്സ്റ്റ് ഇതിലോട്ടാണ് ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഇൻഡോളജിക്കൽ എന്ന് കാണുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കുക ടെക്സ്റ്റ് സെൻട്രിക് ആയിട്ടുള്ളതായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്തിട്ടില്ല, റിയൽ ആയിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസിനെയോ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ ആളുകളുടെ പ്രാക്ടീസസിനെയോ ഒന്നും ഇത് പ്രത്യേകിച്ചൊന്നും പരിഗണിച്ചിട്ടില്ല. ഇതൊക്കെ ഇഗ്നോർ ചെയ്തിട്ട് എന്താണോ പുരാണ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് സെൻട്രിക് ആയിട്ടുള്ള അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു ഇൻഡോളജിക്കൽ വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കോർ ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത് ഗ്ലോറിയസ് ആയിട്ടുള്ള പാസ്റ്റിനെ കുറിച്ചിട്ട്, ടെക്സ്റ്റ് ആണ് ട്രൂത്ത്, അതായത് വേദത്തിൽ പറയുന്ന കാര്യങ്ങളാണ് സത്യം, അല്ലെങ്കിൽ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സ്റ്റഡി, അതുപോലെ അതായത് ഓരോ ഇപ്പൊ ഫോർട്ട് വില്യം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിലൂടെയൊക്കെ ആയിരുന്നു ഇതിനെ ഇന്റഗ്രേറ്റ്, അതായത് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന് ക്രിറ്റിസിസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇത് കോമൺ ആളുകൾ, അതായത് കോമൺ സാധാരണ ജനങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നെഗ്ലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെയധികം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. അതായത് സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താ, അത് ഒരേപോലെ, അതായത് ഇപ്പൊ ഒരു സൊസൈറ്റി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചേഞ്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു സൊസൈറ്റി അതേപോലെ തന്നെ നിൽക്കുക എന്നുള്ള ചിന്താഗതിയായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ, നമ്മുടെ സൊസൈറ്റി നമുക്കറിയാം, ഇപ്പൊ ഇന്ന് നടന്നതല്ല ചിലപ്പോൾ നാളെ നടക്കുന്നത്, വളരെ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യം. സൊസൈറ്റി എന്ന് പറയുന്നത് ചേഞ്ചിങ് ഏറ്റുകൊണ്ടേ ഇരിക്കുന്നതാണല്ലോ. പക്ഷെ ഇതിൽ എന്താണ് ചെയ്തിട്ടുള്ളത്, എന്താണോ ഇപ്പോൾ ഉള്ളത് അതേപോലെ തന്നെയാണെന്നായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ക്രിറ്റിസിസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന അതൊക്കെയായിരുന്നു. അതായത് സാധാരണ ജനങ്ങളെ നെഗ്ലക്ട് ചെയ്തു, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ കൊളോണിയൽ ആയിട്ടുള്ള ബയാസസും വളരെ നന്നായിട്ടുണ്ടായിരുന്നത്. സിവിലൈസിങ് എഫേർട്സ് ആയിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇൻഡോളജിക്കൽ വ്യൂവിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ എഴുതിയാൽ മതി. ഇത് എമേർജ് ചെയ്തിട്ടുള്ളത് കൊളോണിയൽ പീരീഡിലാണ്. ഇതിന്റെ ഫോക്കസ് ടെക്സ്റ്റ് സെൻട്രിക് ആയിരുന്നു. റിയൽ ലൈഫ് എക്സ്പീരിയൻസിനൊക്കെ ഇവർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിറ്റിസിസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എഴുതാം. ഇനി നമ്മൾ കൊളോണിയൽ വ്യൂയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ കൊളോണിയൽ വ്യൂവിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഓക്കെ, വി ക്യാൻ സെപ്പറേറ്റ് ആസ് എ 2 വ്യൂ, മിഷനറി വ്യൂ, അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ. ഏതൊക്കെയാണ്? മിഷനറി വ്യൂവും അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ. മിഷനറി വ്യൂവിൽ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഹിന്ദുയിസത്തിനെ വളരെയധികം കണ്ടംനഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെയധികം പ്രൊമോട്ട് ചെയ്യാതെ അവരെ നന്നായിട്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, മീൻസ് അതല്ല നല്ലതല്ല എന്നുള്ള രീതിയിലോട്ടായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കൺവേർഷൻ എസെൻഷ്യൽ ആക്കി, അതായത് മതം മാറ്റുന്ന ഒരു രീതിയിലോട്ടായിരുന്നു ഇവരുടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവരുടെ സംസാരം അല്ലെങ്കിൽ ഇവരുടെ എല്ലാ വ്യൂവും അത് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെയായിരുന്നു. അതായത് ഇപ്പൊ നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റിലീജിയൻസ് ഒന്നും അത്ര നല്ല ഒന്നല്ല, അതായത് സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സൊസൈറ്റി ആണെന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർക്ക് നമ്മളുടെ ഇന്ത്യയോടുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇവർ കൺവേർഷൻ എസെൻഷ്യൽ ആക്കി. അതുപോലെ തന്നെ കാസ്റ്റ് എന്നുള്ളത് ഒരു ഇംപെഡിമെന്റ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഇവിടുത്തെ ആളുകൾക്കൊക്കെ വട്ടാണെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരവരുടെ നാട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നത് വളരെ പൊട്ട ചിന്താഗതിയുള്ളവരാണ്. അതായത് ഇവര് കുറെ എന്തൊക്കെയോ കാണിക്കുന്ന, അതായത് ഇവിടെ നമ്മുടെ കാസ്റ്റിന്റെ കുറെ രീതികൾ കണ്ടിട്ട്, സദ്യയൊക്കെ കണ്ടിട്ട് ഇവർ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയോ പൊട്ടത്തരം കാണിക്കുന്ന, വളരെയധികം സൂപ്പർസ്റ്റിഷനിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ മിഷനറി വ്യൂ ഇതായിരുന്നു. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, സയന്റിഫിക് ആയിട്ടുള്ള റാഷണലിസം ഇവര് ട്രെയിൻ ചെയ്തു. അതുപോലെ തന്നെ വളരെ അക്യൂറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടും ഇവർ ട്രൈ ചെയ്തു. അപ്പൊ കൊളോണിയൽ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയെ കണ്ടത് എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. അതായത് ബ്രിട്ടീഷുകാർ നമ്മളെ എന്ത് ചെയ്യുന്നു, വളരെ നോളജ് ഇല്ലാത്ത, വളരെ എന്താ പറയാ ട്രഡീഷണൽ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, സയന്റിഫിക് ആയിട്ട് ഒരു നോളജും ഇല്ലാത്ത ഒരു ജനതയായിരുന്നു, ഒരു അറിവും ഇല്ലാത്ത ഒരു ജനതയായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു കൊളോണിയൽ, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇൻഡോളജിക്കൽ, കൊളോണിയൽ എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടോ? അതായത് ഒന്നും അറിയില്ലെങ്കിലും, കൊളോണിയലെ കുറിച്ചിട്ട് ഒന്നും അറിയുന്നില്ലെങ്കിലും പണ്ട് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്തത് എന്നുള്ള കാര്യം, അതൊക്കെ ഒന്ന് എഴുതി പിടിപ്പിക്കാൻ നോക്കുക. ഓക്കെ, ഓക്കെ. അപ്പോ ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ തന്നെ ഐഡിയോളജിസ്റ്റുകളും നാഷണലിസ്റ്റുകളും നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് ഐഡിയോളജിസ്റ്റുകളും നാഷണലിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇന്ത്യക്കൊരു വളരെയധികം നല്ല രീതിയിലുള്ള ഡൈവേഴ്സിറ്റിയെ വളരെയധികം കണ്ടിട്ടുള്ള ആളുകളായിരുന്നു നാഷണലിസ്റ്റുകളൊക്കെ പറയുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ എന്താണ്? ഹലോ, അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിൽ എന്താണ് പറയുന്നത്? ഓക്കെ, അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിൽ പറയുന്നത് അതായത് കൊളോണിയൽ വ്യൂവിന്റെ ഉള്ളിലുള്ള ഒന്നാട്ടോ അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂ. അഡ്മിനിസ്ട്രേറ്റീവ് വ്യൂവിലുള്ളത് 2 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ഡൗൺ ചെയ്തോളൂ. ട്രെയിൻഡ് ഇൻ സയന്റിഫിക് റാഷണലൈസേഷൻ, ട്രെയിൻഡ് ഇൻ സയന്റിഫിക് റാഷണലൈസേഷൻ. രണ്ടാമത്തെ പോയിന്റ് അക്യുറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ഫോർ കൺട്രോൾ, അക്യുറേറ്റ് ഡോക്യുമെന്റേഷൻ ഫോർ കൺട്രോൾ. ഓക്കെ, ഐ ഹോപ്പ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയിൽ കൊളോണിയലിസം കൊണ്ടുവന്നിട്ടുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമ്മൾ കുറെ നമ്മൾ പഠിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്, അതായത് നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായിരുന്നു, അതായത് പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നു, റൂൾ ഓഫ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഒക്കെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവർ കൂടുതലായിട്ട് കൊണ്ടുവരാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ട്. എക്കണോമിക്കൽ ആയിട്ടുള്ള ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക കേട്ടോ നിങ്ങളുടെ പോയിന്റ്സ്. ഒന്നാമത്തത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായിരുന്നു, രണ്ടാമത്തത് എക്കണോമിക് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായിരുന്നു, മൂന്നാമത്തത് സോഷ്യലും കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടായിരുന്നു, നാലാമത്തത് ഇമ്പാക്ട് ഓൺ സോഷ്യൽ സ്ട്രക്ചർ. ഓക്കെ, ഇമ്പാക്ട് ഓൺ സോഷ്യൽ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഇമ്പാക്ട് ഓൺ ഐഡന്റിറ്റി ആൻഡ് നാഷണലിസം. ഈ 5 പോയിന്റ്സിലൂടെ എന്ത് ചെയ്യാം, ഉള്ളിലോട്ട് നിങ്ങളുടെ കോണ്ടന്റുകളൊക്കെ നിങ്ങൾ ഇടാൻ നോക്കുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പൊളിറ്റിക്കൽ ഇമ്പാക്ട്, എക്കണോമിക് ഇമ്പാക്ട്, social and cultural impact, impact on social structure, impact on identity and nationalism. Okay, എഴുതിയോ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒന്നാമത്തെ ഇമ്പാക്ട് പൊളിറ്റിക്കൽ ഇമ്പാക്ട്, 2 എക്കണോമിക് ഇമ്പാക്ട്, 3 സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്ട്, 4 ഇമ്പാക്ട് ഓൺ സോഷ്യൽ സ്ട്രക്ചർ, 5 ഇമ്പാക്ട് ഓൺ ഐഡന്റിറ്റി ആൻഡ് നാഷണലിസം. ഓക്കെ, ഇതിൽ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പോകാം. പൊളിറ്റിക്കൽ ഇമ്പാക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവന്നു, ന്യൂ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് അവർ വെച്ചു, അതുപോലെ തന്നെ അവരെന്ത് ചെയ്യാൻ വേണ്ടി നോക്കി, വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അതായത് മോഡേൺ പൊളിറ്റിക്കൽ രീതികളൊക്കെ അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കി, അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും പറഞ്ഞിട്ടുള്ള. ഇനി എക്കണോമിക്കൽ ഇമ്പാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ അതായത് ഇന്ത്യയിലുള്ള ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ ഇൻഡസ്ട്രീസിനെയൊക്കെ അവർ ഡിസ്ട്രക്ഷൻ ചെയ്തിട്ട് ബ്രിട്ടീഷുകാരുടെ മെഷീൻ മെയ്ഡ് ഇമ്പോർട്ടുകൾ അവർ കൊണ്ടുവരാൻ നോക്കി. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്യാൻ നോക്കി, ഇന്ത്യയെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് അവർക്കൊരു റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു രീതി, അതായത് നമ്മുടെ ഇന്ത്യയെ അവരൊരു റോ മെറ്റീരിയൽസിന് മാത്രമായിട്ടുള്ള സോഴ്സ് ആക്കി മാറ്റി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ആക്കി മാറ്റി. അതായത് അവരുടെ സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വിൽക്കുന്നു, ഇവിടുത്തെ നമ്മളെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലോട്ട് അവർ മാറ്റി. അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സിസ്റ്റം കൊണ്ടുവന്നു. അത് നമുക്കറിയാലേ, ഈ പെർമനന്റ് സെറ്റിൽമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പണ്ട് ക്ലാസ്സുകളിൽ. അങ്ങനത്തെ റവന്യൂ സിസ്റ്റം അവർ കൊണ്ടുവന്നു. ഇത് വളരെയധികം പോവർട്ടിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ കടങ്ങളൊക്കെ വളരെയധികം കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി സോഷ്യലും കൾച്ചറലൊക്കെ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവർ കൊണ്ടുവന്നു. സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇമ്പാക്റ്റിൽ എഴുതാൻ പറ്റിയുള്ള പോയിന്റ്സ്, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവർ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അവര് തന്നിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ഇക്വാലിറ്റി, ലിബർട്ടി, റേഷണാലിറ്റി, ഇൻഡിവിജ്വലിസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐഡിയാസ് ഇവര് പറഞ്ഞിട്ടുള്ളതായിരുന്നു. അതായത് ഇവര് കൊണ്ടുവന്നിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ഇതൊക്കെ. അതുപോലെ തന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റുകളൊക്കെ ഈ സമയത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സതിയെ കുറിച്ചിട്ടും ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ടൊക്കെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിനെ, അവരതിനെ വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രിന്റ് കൾച്ചറിന്റെ ഒക്കെ സമയം ഇതായിരുന്നു. ഇനി സോഷ്യൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കാസ്റ്റ് സ്ട്രക്ചറിനെ വളരെ
ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അതുപോലെ തന്നെ ന്യൂ ക്ലാസ്സസ്, ഇവിടെ തന്നെ കാസ്റ്റ് എന്നതിലുപരി ക്ലാസ്സുകളായിരുന്നു എമേർജ് ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കാലത്ത്. അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ക്ലാസ്, ഇൻഡസ്ട്രിയൽ ലേബർ, പ്ലാന്റേഷൻ വർക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഐഡന്റിറ്റിയിലും നാഷണലിസത്തിലോട്ട് നാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്തു, വളരെ നല്ല രീതിയിൽ വെസ്റ്റേൺ ഐഡിയാസ്, അതായത് നല്ല രീതിയിൽ ന്യൂ ആയിട്ടുള്ള പൊളിറ്റിക്കൽ തിങ്കിങ്ങിലോട്ട് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതുപോലെ തന്നെ നാഷണൽ മൂവ്മെന്റ് എന്ത് ചെയ്തു, വളരെ നല്ല രീതിയിൽ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷനും റേഷ്യൽ ഡിസ്ക്രിമിനേഷനും കൾച്ചറൽ ഡൊമിനേഷനും വളരെ നല്ല രീതിയിൽ ഉയരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ഇത്തരം കാര്യത്തിലൂടെ, അതായത് ഞാൻ പറഞ്ഞ 5 പോയിന്റ്സിലൂടെ എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങൾ എഴുതാൻ നോക്കുക, അതിന്റെ ഉള്ളിലോട്ട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനെ എങ്ങനെയായിരുന്നു കൊളോണിയൽ റൂളിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതായിരുന്നു. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനെ കുറിച്ചിട്ട് നമ്മളുടെ ടെക്സ്റ്റുകളിലും പറയുന്നുണ്ട്. എന്തായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഞാൻ പറയാം. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനിൽ പറയുന്നത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യുക. പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. യൂണിഫോം, ലീഗൽ ആൻഡ് ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു. എക്സ്പാൻഷൻ, അതായത് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടിന്റെ എക്സ്പാൻഷൻ ആയിരുന്നു. സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു ലാൻഡ് റവന്യൂ സിസ്റ്റം ആയിരുന്നു. സെൻസസും സർവേകളും അതുപോലെ തന്നെ റീജിയണൽ ഫ്യൂഡൽ പവേഴ്സിന്റെ ഒരു സപ്രഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ക്രിയേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ നോക്കുക, പൊളിറ്റിക്കൽ യൂണിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് എഴുതാൻ നോക്കുക. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ സെൻട്രലൈസ്ഡും യൂണിഫോം ആയിട്ടുള്ള ലീഗൽ ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചറും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പോർട്ടിന്റെ എക്സ്പാൻഷനും എന്നുള്ള കാര്യത്തിലോട്ടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട്, ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഓക്കെ. സോ ഇനി യൂണിറ്റ് 3 പോകുകയാണ്. നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റിൽ പോകാനുള്ള കാരണം. നാഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്, അതായത് നാഷൻ, സ്റ്റേറ്റ്, ഇന്ത്യ എന്നുള്ളതിന് എങ്ങനെയാണ് എമർജൻസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി, ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്ലെസ് സൊസൈറ്റിയുടെ ഡയമെൻഷൻസും കോൺസെപ്റ്റും എന്താണെന്നുള്ളതാണ് വേറൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ള പ്ലൂരാലിറ്റിയുടെ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിലൂടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ നേരിടാന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ നേഷൻ എന്ന് പറയുന്ന ഐഡിയയിലോട്ട് നയിച്ചിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് കൊളോണിയൽ ആയിട്ടുള്ള മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഇപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ലോ ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, അങ്ങനെ വളരെ കൊളോണിയൽ ആയിട്ടുള്ള മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു രീതിയിലാണ് നമുക്കൊരു നാഷൻ എന്നുള്ള ഒരു ഐഡിയയിലോട്ട് ഫാക്ടേഴ്സ് ആയിട്ട് നയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ്, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ് ഉണ്ടല്ലോ, ഇതിന്റെ രീതിയിലായിരുന്നു നമുക്കൊരു നാഷൻ വേണം എന്നുള്ള ചിന്തയിലോട്ട് വന്നത്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ സിംബോളിസം, കൾച്ചറൽ യൂണിറ്റി, അതായത് നമുക്കൊരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് എഴുതാം നമ്മുടെ നാഷണൽ ഫ്ലാഗ്, ആന്തം, അതുപോലെ തന്നെ സ്ലോഗൻ എന്നിവയൊക്കെ നമുക്കൊരു സിംബോളിസം, നമുക്കൊരു കൾച്ചറൽ യൂണിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു രീതിയിലോട്ട് നമുക്ക് എഴുതാം, അതായത് എങ്ങനെയാണ് ഒരു നാഷൻ എന്നുള്ള രീതിയിലോട്ട് വന്നത്. അതുപോലെ തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, അതായത് റീജിയണൽ ഡിഫറൻസസ് നോക്കട്ടെ. ഇപ്പൊ നമ്മൾ കിടക്കുന്നത് കേരളത്തിലാണ്, ഇപ്പോ ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ രാജസ്ഥാൻ, UP എന്ന് പറഞ്ഞിട്ട് കുറേ നമ്മുടെ സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ. ഇതൊന്നും നോക്കാതെ, റീജിയണൽ ഡിഫറൻസ് നോക്കാതെ നമുക്കൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു
ഐഡന്റിറ്റി നമുക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, ഒരു നേഷൻ എന്നുള്ള ഒരു സങ്കല്പത്തിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചത്. അപ്പൊ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ആ ഒരു രീതിയിലോട്ടൊക്കെ എഴുതാൻ നോക്കുക. ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഉണ്ടായത് കൊണ്ട്, ഒരു നല്ല രീതിയിലൊരു സിംബോളിസം ഉണ്ടായത് കൊണ്ട്, റീജിയണൽ ഡിഫറൻസ് ഒന്നും നോക്കാതെ നമ്മൾ അത്തരം രീതിയിലോട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ചിന്താഗതിയിലോട്ട് നമ്മൾ എത്തിയത്. ആന്റി കൊളോണിയൽ മൂവ്മെന്റ്സ്, നമുക്ക് ഇങ്ങനെ ഒരു ഭരണം വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, നമ്മളൊരു നാഷൻ എന്നുള്ള സങ്കല്പത്തിലോട്ട് നമ്മൾ എത്തുന്നത്. നെഹ്റു ഇതിനെ കണ്ടത് എങ്ങനെയാണ്? നമുക്ക് 3 രീതിയിൽ ഇതിനെ നോക്കാം. നെഹ്റു ഇതിനെ കണ്ടത് എങ്ങനെയാണ്? എംഫസൈസിങ് യൂണിറ്റ് ബിയോണ്ട് റീജിയണൽ അഫിലിയേഷൻസ്, അതായത് ഒരു റീജിയണൽ അഫിലിയേഷൻസ് ഇല്ലാതെ നമുക്ക് യൂണിറ്റിയെ എംഫസൈസ് ചെയ്തുകൊണ്ട്, യൂണിറ്റിയെ ഊന്നി പറഞ്ഞുകൊണ്ടാണ് നെഹ്റു ഇതിനെ മുന്നോട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. ടാഗോർ കണ്ടിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ്? ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ലാൻഡ് ഓഫ് കമ്മ്യൂണിറ്റീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു കമ്മ്യൂണിറ്റിന്റെ തന്നെ ഒരു സ്ഥലമാണ്, നോട്ട് എ ഹോമോജീനിയസ് നാഷൻ. ഒരു ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു നാഷൻ അല്ല, ഒരു കമ്മ്യൂണിറ്റി ആയിട്ടുള്ള വളരെ നല്ല രീതിയിലുള്ള ഒരു ഇന്ത്യയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാൻ വേണ്ടി സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ യൂണിഫിക്കേഷനും ലീഗൽ ആയിട്ടുള്ളതും എക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ ഈ യൂണിറ്റ് ഒക്കെ എന്താണ്, ഇന്റർ റിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. അതായത് ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കും, മറ്റൊരു യൂണിറ്റിൽ അവിടെ പറഞ്ഞേക്കും. അപ്പം അത് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഒരു യൂണിറ്റിന് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ കാര്യങ്ങളും പഠിച്ചതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നോക്കുക, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ യൂണിറ്റ് 4 വരുവാണെന്നുണ്ടെങ്കിൽ വില്ലേജ് ഇന്ത്യ, ഇന്ത്യയുടെ വില്ലേജുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഇത്. അപ്പം നമുക്കറിയാം വില്ലേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സോഷ്യൽ യൂണിറ്റ് ആയിരുന്നു. അപ്പൊ അതിൽ തന്നെ ഒരു വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പഞ്ചായത്തി രാജിനെ കുറിച്ചിട്ടാണ്. പഞ്ചായത്ത് രാജ് 2 വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2022 2024 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ റെലവെന്റ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പൊ നമ്മുടെ ഇലക്ഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ കേരളത്തിൽ. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, പഞ്ചായത്ത് രാജിനെ കുറിച്ച് നന്നായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പൊ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ യൂണിറ്റ് ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ വില്ലേജ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും? വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളത് വളരെ കാസ്റ്റ് കൊണ്ടും കിങ്ഷിപ്പ് കൊണ്ടും എക്കണോമിക് കൊണ്ടൊക്കെ ഷേപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ഈ വില്ലേജ് ഉള്ളത് കൊണ്ട് തന്നെ ലൈവ്ലിഹുഡുകൾ വളരെയധികം, അതായത് ലോക്കൽ എക്കോളജിയും അഗ്രികൾച്ചറിനെ കുറിച്ചിട്ട് അവിടെ എഴുതാം. അതുപോലെ തന്നെ കാസ്റ്റിൽ എൻഡോഗമി അവിടെ ഉണ്ട്. വില്ലേജുകളിലാണല്ലോ കാസ്റ്റ് എൻഡോഗമി എക്സോഗമി ഒക്കെ നടക്കുന്നത്. വില്ലേജ് എക്സോഗമി നടക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, വില്ലേജ് ആയിരുന്നു ഇവിടത്തെ വളരെ സോളായിട്ട്, അതായത് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാല് അവിടെ നമ്മളുടെ ഗാന്ധിജി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വില്ലേജുകളിലായിരുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ വില്ലേജിനെ കുറിച്ച് നമുക്ക് എഴുതാം. വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെയധികം പൊളിറ്റിക്കൽ ആയിട്ട്, അതായത് ബ്രിട്ടീഷുകാർ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ലാൻഡ് റവന്യൂ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ സിസ്റ്റം ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം വില്ലേജ് ആയിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ എക്കണോമിക് ആയിട്ട്, അതായത് വില്ലേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ എന്തായിരിക്കും, ബിൽഡിങ്സ് ഒന്നും ആയിരിക്കത്തില്ലല്ലോ, അഗ്രികൾച്ചർ ആയിരിക്കും. അപ്പൊ നമ്മളുടെ അഗ്രികൾച്ചർ സോഴ്സസ് ഇപ്പോഴും നമുക്ക് കിട്ടുന്നത് വില്ലേജുകളിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് അവിടെയായിരുന്നു വളരെ വലിയ രീതിയിലുള്ള അഗ്രികൾച്ചറൽ ആയിട്ടുള്ള ഡൊമിനൻസും സെൽഫ് സഫീഷ്യന്റ് ആയിട്ടും ഫാമിംഗ് ലൈഫ് സ്റ്റോക്ക് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നത് വില്ലേജുകളിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ഞാൻ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയാം. പഞ്ചായത്ത് രാജിന്റെ ആ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, പഞ്ചായത്ത് രാജ് എന്ന് പറയുമ്പോൾ ആൻസറുകളിൽ എഴുതാൻ വേണ്ടി നോക്കേണ്ടത് 3 ടയർ ആയിട്ടുള്ള റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്ട്രക്ചർ ആണ് നമുക്കുള്ളത്. 3 ടയർ. ഓക്കെ, 3 ടയർ ആണ്. അതുപോലെ തന്നെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമായിരുന്നു ഇത് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ഷിൻസിയ, നമുക്ക് ഇതിന്റെ ആൻസർ PDF കൂടി തന്നെ നമുക്ക് നോക്കാം. അപ്പം പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുന്നത് 3 ടയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു സ്ട്രക്ചർ ആയിരുന്നു. 3 ടയർ ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു. 73rd അമെന്റ്മെന്റ് പ്രകാരമാണ് ഇത് വന്നത്. ഇത് നിലവിൽ വരുന്ന വർഷം ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക. 1993 1993 ഏപ്രിൽ 24 ഇത് നിലവിൽ വരുന്നത്. ഓക്കെ, ഏപ്രിൽ 24 1993 1993 ഏപ്രിൽ 24 എന്ത് ചെയ്യുന്നത്, ഇത് നിലവിൽ വരുന്നത്. 73ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരം, അതായത് 1992 73ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് പ്രകാരമാണ് ഇത് നിലവിൽ വരുന്നത്. 3 ടയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും, അതായത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത്, അതായത് ബ്ലോക്ക് ലെവൽ, വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ. ഇത് തന്നെ എഴുതിയാൽ മതി. ഇതൊരു ഗ്രാഫൊക്കെ ആയിട്ട് എഴുതാൻ നിങ്ങൾക്ക് കേട്ടോ. അതായത് 3 ടയർ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കുക.
എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, വില്ലേജ് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, ഇങ്ങനെ തന്നെ എഴുതിയാൽ അവർക്ക് മനസ്സിലാകും ഏകദേശം ഈ കുട്ടിക്ക് എന്തെങ്കിലും അറിയാം, അതായത് ഇവർക്ക് എന്തൊക്കെ ഈ കാര്യത്തിനെ കുറിച്ച് അറിയാന്നുള്ളത് മനസ്സിലാകും. അപ്പൊ അതൊക്കെ ഒരു ഗ്രാഫൊക്കെ ആയിട്ട്, ഒരു ചിത്രമൊക്കെ ആയിട്ട് രൂപപ്പെടുത്താൻ, അതായത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇത് ഗ്രാമസഭനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എഴുതുക. അപ്പൊ അറിയാലോ നമ്മളുടെ ഇപ്പം ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വെച്ചിട്ട് റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പം ഈ പേപ്പറിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പം വില്ലേജ് എന്താണ്, വില്ലേജിന്റെ സവിശേഷതകളൊക്കെ ഒന്ന് മനസ്സിലോട്ട് കൊണ്ടുവരിക. ഒരു വില്ലേജ് ആവുമ്പോൾ എന്തൊക്കെ, ഒരു പ്രകൃതി ഭംഗിയുള്ള വില്ലേജിൽ എന്തൊക്കെ ഉണ്ടാവും അതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ എഴുതുക. അതായത് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പഞ്ചായത്ത് രാജിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് എഴുതാൻ നോക്കുക. ഇനി നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അർബനാ, നേരെ തിരിച്ച്, വില്ലേജിന്റെ നേരെ തിരിച്ചുള്ള വേർഷൻ ആണ് അർബൻ. നമുക്കറിയാം അർബൻ ഇന്ത്യയിലാകുമ്പോൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവാം, എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടാവാം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതുപോലെ തന്നെ അർബനൈസേഷന്റെ വേരിയസ് ആയിട്ടുള്ള ഡൈമെൻഷൻസ് എന്തൊക്കെയാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത്. എങ്ങനെയാണ് റൂറലും അർബനും ഇന്റർലിങ്ക് ചെയ്തിട്ടുള്ളത് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വസ്തുശാസ്ത്ര പ്രകാരം എത്ര രീതിയിൽ ഡിഫറെന്റ് കൈൻഡ്സ്, എത്ര കൈൻഡ്സിലുള്ള എത്ര ടൗൺസ് ഉണ്ട്, അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൗൺസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഈ 3 ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നായിട്ട് നമുക്ക് പറയാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അതിനെ പറയാം. ഇപ്പോ അർബനും റൂറലും എങ്ങനെയാണ് ഇന്റർലിങ്ക് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് എക്കണോമിക് ആയിട്ടുള്ള ഇന്റർഡിപെൻഡൻസ് ഉണ്ടാവും ഇവര്, അതായത് റൂറലും അർബനും. ഇവർ തമ്മിൽ എന്തായിരിക്കും, ഗുഡ്സിനും സർവീസസിനും വേണ്ടിയിട്ട് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്രെയിൻസിനൊക്കെ വേണ്ടിയിട്ട് വില്ലേജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നാൽ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇപ്പൊ ടെക്നോളജി അല്ലെങ്കിൽ വളമൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സിറ്റിയിലേക്ക് നമ്മൾ എടുക്കുന്നുണ്ടാവുക. ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ചെയ്യുന്നത്, എക്കണോമിക് ആയിട്ട് ഇവർ നന്നായിട്ട് അർബനും റൂറലും ഇന്റർഡിപെൻഡൻസ് ആണ്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് ആയിട്ടുള്ള ലിങ്കേജസ് ഇവർക്കുണ്ട്. അതായത് എന്ത് ചെയ്യും, മൈഗ്രന്റ് ആയിട്ടുള്ള ലേബറൊക്കെ വില്ലേജിൽ നിന്നായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവും കൺസ്ട്രക്ഷൻ വർക്കിനും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വർക്കിനൊക്കെ നമ്മുടെ ഗ്രാമത്തിൽ നിന്നായിരിക്കും ആളുകൾ വരുന്നുണ്ടാവുക. ഇനി മാർക്കറ്റ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻ നമുക്ക് പറയാം, അതായത് റൂറൽ മാർക്കറ്റുകൾ ഉണ്ടാകാം, അതുപോലെ തന്നെ അർബൻ ആയിട്ടുള്ള ഇപ്പോ കോൺട്രാക്ട് ഫാമേഴ്സ് ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ രീതിയിൽ നമുക്ക് എഴുതാം. ഇനി വേറെ എങ്ങനെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും, ഇപ്പൊ മൈഗ്രേഷൻ, അതായത് നമ്മളിപ്പോ റൂറലിൽ നിന്ന് ആളുകൾ അർബനിലോട്ട്, അതായത് ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലോട്ട് ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, മൈഗ്രേറ്റ് ചെയ്ത് പോകാറുണ്ട്. അത് അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും, അവര് ജോലി അന്വേഷിച്ചിട്ടായിരിക്കും അവര് പോകുന്നുണ്ടാവും. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് എഴുതാം, മൈഗ്രേഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് എഴുതാം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലിങ്കേജ് ഉണ്ട്, ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും എന്താണ് ഇങ്ങോട്ടും ഇന്റർഡിപെൻഡൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എഴുതാം. അപ്പം ഇതെങ്ങനെയാണെന്നുള്ളത് വളരെ നല്ല രീതിയിൽ നമുക്ക് എഴുതാം. ഇനി അർബൻ ഏരിയാസിന്റെ സവിശേഷതകൾ നമ്മൾ എഴുതാൻ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ വേണ്ടി സാധിക്കും, നമുക്കറിയാം പട്ടണങ്ങളാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകും, പട്ടണങ്ങളാകുമ്പോൾ അവിടെ സിറ്റികൾ, അതായത് കുറെ അധികം ഫ്ലാറ്റുകളായിരിക്കും അല്ലെ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ അവിടെ ഒരു പ്രകൃതി എന്നുള്ള ഒരു കോൺസെപ്റ്റിന് വല്ലാതെ ഒരു പ്രിവലൻസ് ഇല്ലാത്തൊരു സമയമാണ്. അപ്പം സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ലൈഫ് എങ്ങനെയായിരിക്കും, വളരെ ലാർജ് ആയിട്ട് വളരെ തിങ്ങിക്കൂടിയ അങ്ങനെ ഒരു ലൈഫായിരിക്കും അവിടെ ഉണ്ടാവുക. അത് ജസ്റ്റ് ആലോചിച്ചാൽ മതി, അർബൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലാറ്റ് ആലോചിച്ചാൽ മതി, അപ്പൊ തന്നെ നമുക്ക് ആൻസർ ചെയ്താനുള്ള സാധനം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവിടെ എക്കണോമി തന്നെ, അതുപോലെ തന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ, ആളുകളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ അവിടെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല, വില്ലേജിലെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല അവിടുത്തെ ലൈഫ് സ്റ്റൈൽ. ഇനി അവിടുത്തെ പ്രോബ്ലംസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, മൈഗ്രേഷൻ നന്നായിട്ടുണ്ടാകും, ഒരു അൺപ്ലാനഡ് ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആയിരിക്കും. അതായത് പ്രത്യേകിച്ച് ഒരു സ്ഥിരതാമസം അവർക്ക് ഉണ്ടാവില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സ്ലംസുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആയിരിക്കും. ഇപ്പൊ നമുക്കറിയാം മുംബൈയിലെ ധാരാവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം സ്ലം ആയിട്ട് കിടക്കുന്ന ഏരിയ, ഇതൊരു അർബൻ ഏരിയ ആണ്, വില്ലേജ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ വളരെ പുവർ ആയിരിക്കും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും വേസ്റ്റ് ഒക്കെ നിറഞ്ഞ് ആകെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ അർബൻ പ്ലാനിങ് ഇല്ലാതെ ചിലപ്പോൾ ക്രൈമും വളരെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും അർബൻ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരം രീതിയിലോട്ടൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക, ആൻസറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അർബൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ നോക്കുക, ആൻസർ എഴുതുമ്പോൾ ഫ്ലാറ്റ് ഒക്കെ ഒന്ന് ആലോചിക്കുക, നഗര കട്ടണൊക്കെ ആകുമ്പോൾ പൊട്ടൻ ആലോചിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക.
ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ അതിൽ വസ്തുശാസ്ത്രത്തിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഏതൊക്കെയാണ് വസ്തുശാസ്ത്രം എന്നുള്ളതൊന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. നിങ്ങൾ അത് റെഫർ ചെയ്യണം. ഓക്കെ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് നോക്കണം. ദണ്ഡക ടൈപ്പ്, അതുപോലെ തന്നെ സർവത്തോഭദ്ര ടൈപ്പ്, അതുപോലെ തന്നെ നന്ദന അല്ലെങ്കിൽ നന്ദ്യവർത്ത ടൈപ്പ്, അതുപോലെ തന്നെ പത്മക ടൈപ്പ്, അതുപോലെ തന്നെ ചതുർമുഖ ടൈപ്പ്, പ്രസ്തര ടൈപ്പിലുള്ള എന്തുണ്ട് വസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള, അതായത് ഇതൊരു ഒരു വട്ടേ ചോദിച്ചിട്ടുള്ളൂ, ഈ ക്വസ്റ്റ്യൻ ഒരു വട്ടേ ചോദിച്ചിട്ടുള്ളൂ. എന്നെങ്കിൽ പോലും നമുക്ക് അതൊന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, അതൊന്ന് ജസ്റ്റ് ഏതൊക്കെയാണ് ഏത് രീതിയിലുള്ള ഒരു ടൗൺ ആണെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കി പോകാൻ നോക്കുക കേട്ടോ. അതായത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നോക്കുക. പക്ഷെ ഈ ഒരു യൂണിറ്റിൽ ഫോക്കസ് കൊടുക്കേണ്ടത് അർബൻ എന്താണ്, അർബൻ ഏരിയ എന്താണ്, അർബൻ ഏരിയയിലുള്ള ചലഞ്ചസ് ആണ് ഈ യൂണിറ്റിന് അത്യാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു സ്കിപ്പാക്കാൻ പറ്റുന്നൊരു ഇതൊക്കെ തന്നെയാണ്. സ്കിപ്പാക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോർഷനാണ് വില്ലേജ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അർബൻ ഇന്ത്യ എന്ന് പറയുന്നതും. അതേപോലെ നമുക്ക് കിട്ടാത്ത ഭാഗമൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക, വേറൊരു യൂണിറ്റ് ആയിട്ട് കംപ്രൈസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി നെക്സ്റ്റ് ലാംഗ്വേജ് ആൻഡ് റിലീജിയൻ ഡൈവേഴ്സിറ്റി, അതായത് ഇന്ത്യയിലെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റിയെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്താം, നമുക്കറിയാം നമുക്കിത് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാ. എന്ത് ചെയ്താൻ പറ്റും, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എങ്ങനെയാണ് നമ്മുടെ റീഓർഗനൈസേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് പോട്ടി ശ്രീരാമലു, ആന്ധ്രാപ്രദേശ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്റർലിങ്ക് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ നോക്കുക. അപ്പം ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ആദ്യം ഇത് പരന്ന് കിടക്കുന്ന, അതായത് പ്രത്യേകിച്ച് ഒരു പ്രൊവിഷൻസ് ആയിട്ട് കടന്നിരുന്ന ഒരു രാജ്യമായിരുന്നു നമ്മൾ, നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു. അത് പിന്നീട് സ്റ്റേറ്റുകളാക്കി മാറ്റി. എന്തിന്റെ ബേസിൽ, അതായത് ലിംഗ്വിസ്റ്റിക് ആയിട്ട്. ഇപ്പൊ നമ്മൾ മലയാളികളാണ്, അപ്പൊ നമ്മളുടെ മലയാളം എന്ന് പറഞ്ഞിട്ടുള്ള ലാംഗ്വേജിന്റെ ബേസിൽ ഒരു കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് വന്നു. ഇനി അതുപോലെ തന്നെ തമിഴ്, അവർക്ക് തമിഴ്നാട് കൊടുത്തു. അങ്ങനെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഉള്ള ഒന്നാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അതായത് വളരെയധികം ഡൈവേഴ്സിറ്റി നിറഞ്ഞൊരു രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തിട്ട് ഏതൊക്കെ നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള ലാംഗ്വേജസിനൊക്കെ നോട്ട് ഡൗൺ ചെയ്യാൻ നോക്കുക. ഓക്കെ, അതൊക്കെ അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. എന്നിട്ട് പോട്ടി ശ്രീരാമലു ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ നോക്കുക. അദ്ദേഹത്തിന്റെ പേര് പോട്ടി ശ്രീരാമലു. ആന്ധ്രാപ്രദേശ് ആയിട്ട്, അതായത് ആന്ധ്രാപ്രദേശ് ഒരു പ്രത്യേകിച്ചൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വ്രതമൊക്കെ എടുത്തിട്ട്, അതായത് ഭക്ഷണം ഒന്നും കഴിക്കാതെ 56 ദിവസത്തിന് ശേഷം പിന്നീട് അദ്ദേഹം മരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് പിന്നീട് ഒരു റീഓർഗനൈസേഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു. അത് ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഒരു സ്റ്റേറ്റ്, അതായത് സ്റ്റേറ്റുകൾ രൂപപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഒരു ആൻസറിനെ കൊണ്ടുവരിക. ലിംഗ്വിസ്റ്റിക് എന്ന് കാണുമ്പോൾ വളരെ ഒരു ടെൻഷനും അടിക്കാതെ നമുക്കറിയുന്ന ലാംഗ്വേജസിനെ വെച്ച് എഴുതാൻ നോക്കുക. എങ്ങനെയാണ് സ്റ്റേറ്റിന്റെ റീഓർഗനൈസേഷൻ വന്നത് എന്നുള്ളത് എഴുതാൻ വേണ്ടി നോക്കുക. ഇനി യൂണിറ്റ് എയിലോട്ട് വരുമ്പം എന്താണ്, കാസ്റ്റും ക്ലാസ്സും. നമുക്ക് ഈ കാസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കേരളക്കാർക്ക് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയുന്ന കാസ്റ്റ് ആയാലും അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും നമുക്കറിയാലേ. വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ ബേസ് ചെയ്തിട്ട് അവരുടെ ജന്മത്താൽ തന്നെ അത് ഇൻഹറന്റ് ആയിട്ട് കിടക്കുന്ന ഒന്നായിരിക്കും കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റും ക്ലാസ്സും എങ്ങനെയാണ് ഇന്റർലിങ്ക് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിലെ സോഷ്യൽ മൊബിലിറ്റിയുടെ റോൾ എന്താണ്, അതുപോലെ തന്നെ പാരോക്യലൈസേഷൻ എന്താണ്, യൂണിവേഴ്സലൈസേഷൻ എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സമയം വളരെയധികം കുറവാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു നോക്കാം. യൂണിവേഴ്സലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഫോക്കൽ ട്രഡീഷനെ അബ്സോർബ് ചെയ്തിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ, അതായത് പാൻ ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ലോക്കൽ ആയിട്ടുള്ള കാര്യത്തിനെ എല്ലാവരും ഏറ്റെടുക്കുന്ന, ലോക്കൽ പ്രാക്ടീസിനെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് യൂണിവേഴ്സലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാരോക്യലൈസേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ റിവേഴ്സ് ആയിട്ട്, അതായത് മറ്റതിന്റെ റിവേഴ്സ് ആയിട്ട് കിടക്കുന്ന പാൻ ഇന്ത്യൻ ക്ലാസിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യത്തിനെ ലോക്കലൈസ് ചെയ്യുന്നതിനെയാണ് പാരോക്യലൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് റെഫർ ചെയ്തിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാസ്റ്റ് എന്ന് പറയുമ്പോൾ. കാസ്റ്റ് സിസ്റ്റം എന്താണ്, അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിൽ എത്ര തരം കാസ്റ്റുകൾ ഉണ്ട്, ജാതി സിസ്റ്റം ഒക്കെ ഉള്ള ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് വേണ്ട, കേരള കോണ്ടെക്സ്റ്റ് എന്ന് നമുക്കറിയാം. അപ്പൊ അതൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ്. ഇനി ട്രൈബ് ആൻഡ് എത്തനിസിറ്റിയിലോട്ട് വരുമ്പോൾ എന്താണ് ട്രൈബ്.
ഏതൊക്കെ തരത്തിലുള്ള ട്രൈബ്സ് ഉണ്ട്, നമുക്കറിയാവുന്ന കുറെ ട്രൈബ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ എത്തനിസിറ്റി എന്താണ് എത്തനിസിറ്റി, എന്താണ് കോൺസെപ്റ്റ്. ഇപ്പൊ നമുക്കറിയാം ട്രൈബ് എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ എന്തുണ്ടാകും, ഒരു എത്തനിസിറ്റി ഉണ്ടാകും. അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് കൾച്ചേഴ്സ് ഉണ്ടാകും. ഇപ്പൊ പണിയ ട്രൈബ്, അതുപോലെ തന്നെ ചോല നായ്ക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ട്രൈബുകൾ നമുക്കറിയാം. അപ്പം നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള കുറെ ട്രൈബുകളെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യാം. അവരെങ്ങനെയാണ് അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള കുറിച്ചിട്ട് നമുക്ക് എഴുതാം. പിന്നെ നമുക്കറിയാലോ ട്രൈബ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ, ട്രൈബ് എന്ന് വെച്ചാൽ അതായത് ഏലിനേറ്റ് ആയിട്ട് നമ്മളുടെ രീതിയിൽ നിന്നും വളരെയധികം ഡിഫറെന്റ് ആയിട്ട് എക്കണോമിക്കൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, സോഷ്യൽ ആയിക്കോട്ടെ, വളരെയധികം വ്യത്യസ്തത ഉള്ള ഒരു ജനതയാണ് ട്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ അത് അതിനനുസരിച്ച് ട്രൈബിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അറിയുന്ന തരത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ ട്രൈബിനെ കുറിച്ചാണോ നിങ്ങൾക്ക് അറിയുന്നത് ആ ട്രൈബിനൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക, ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ട്രൈബും എത്തനിസിറ്റി എങ്ങനെയാണ് ഇന്റർലിങ്ക് ചെയ്തിട്ടുള്ളത്? ട്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിന്റെ ഉള്ളിൽ തന്നെ അവരുടേതായിട്ടുള്ള ഞങ്ങൾ എത്തനിസിറ്റി ഉണ്ടാവും. ഇപ്പൊ പണിയർ എന്ന് പറഞ്ഞിട്ടുള്ള ട്രൈബിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കൾച്ചറൽ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിന് അവര് മുൻനിർത്തിയിട്ടായിരിക്കും അവരുടെ എല്ലാ കാര്യങ്ങളും പോകുന്നുണ്ടാവുക. അപ്പൊ ട്രൈബ് എങ്ങനെയാണ്, എത്തനിസിറ്റി എങ്ങനെയാണെന്നുള്ളത് റിലേഷൻഷിപ്പ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണ്. ഇനി ഫാമിലി മാരേജ് ആയിക്കോട്ടെ, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫാമിലി സിസ്റ്റം, ഇന്ത്യയിലെ ഫാമിലി സിസ്റ്റത്തിന്റെ ചേഞ്ചസിന് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ഇപ്പൊ എക്സോഗമി, എൻഡോഗമി, പോളിയാൻഡ്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ടേംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് 9 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കിൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേജർ ആയിട്ടുള്ള, അതായത് സൗത്ത് ഇന്ത്യൻ കിൻഷിപ്സ് വളരെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ കിങ്ഷിപ്പ് സിസ്റ്റത്തിലുള്ള മേജർ ആയിട്ടുള്ള ആസ്പെക്റ്റും ഡൈമെൻഷൻസും ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? അതായത് ഇതിലെങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, വളരെ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് കിങ്ഷിപ്പ്, അതായത് ഇവിടുത്തെ കിങ്ഷിപ്പ് തന്നെ എങ്ങനെയാണ് സൗത്ത് ഇന്ത്യയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടോ? എല്ലാവരും ഉറങ്ങിപ്പോയോ? ഹലോ, ഉറങ്ങിയിട്ടില്ല മാം, മാം തന്നെ പറഞ്ഞോളൂ. ഓക്കെ. മനസ്സിലാവുന്നില്ലേ എടുക്കുന്നത്? ഓക്കെ. സൗത്ത് ഇന്ത്യയിൽ എന്ന് വെച്ചാല് നമുക്കറിയാം, അതായത് ക്രോസ് കസിൻ മാരേജ് ഒക്കെ വളരെ പ്രിവലന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സൗത്തിൽ. അതായത് കസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മാരേജ് ചെയ്യാന്നുള്ളത്. ഇവിടെ എന്താണ്, ഇൻഹെറിറ്റൻസ് ആയിരിക്കും, അവരുടെ കുടുംബം മുന്നോട്ട് പോകുക എന്നുള്ളതായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. മാരേജ് ആയിട്ടുള്ള അലയൻസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ആൻസറിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് എങ്ങനെയാ അറിയോ? ഇപ്പൊ ചിലപ്പോ നമ്മളുടെ മുറച്ചെറുക്കൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മൾ കേൾക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് മുറച്ചെറുക്കൽ എന്നൊക്കെ. അറിയില്ല, സൗത്ത് ഇന്ത്യയിൽ കാണുന്ന ഒരു സംഭവമാണ്. നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കാണാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ അതിലോട്ടൊക്കെ കൊണ്ടുവരിക, അതായത് ക്രോസ് കസിൻ മാരേജ് നടക്കുന്ന ഒന്നാണ്. അപ്പോ സൗത്ത് ഇന്ത്യയിൽ സ്പെസിഫൈ ചെയ്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്യാൻ നോക്കുക. അതായത് ക്ലോസ് ആയിട്ടുള്ള കിൻ മാരേജ് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ജെൻഡർ റോൾസ് ഉണ്ട്, അതായത് പാട്രിയാർക്കൽ സിസ്റ്റം വളരെയധികം നിൽക്കുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എക്സ്റ്റെൻഡഡ് ഫാമിലി, കിങ്ഷിപ്പ് നെറ്റ്വർക്ക് എന്നുള്ള കാര്യത്തിലൊക്കെ വളരെയധികം നോക്കുക. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കറിയാം കുറച്ചുകൂടി കൾച്ചറലി കുറച്ചുകൂടി ഗ്രൗണ്ട് ചെയ്തിട്ടുള്ള ഭാഗമാണ് സൗത്ത് ഇന്ത്യ. തമിഴ്നാട് ഭാഗങ്ങളൊക്കെ വളരെ അതിന് നന്നായിട്ട് പ്രിവലന്റ് കൊടുക്കുന്ന ഏരിയാസ് ആണ്. അപ്പൊ അങ്ങനെ രീതിയിൽ ചെയ്താൽ ഒന്നും കിട്ടിയില്ലെങ്കിലും നമുക്കറിയാം നമ്മൾ മുറച്ചെറുക്കാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റിലോട്ട് നമ്മുടെ ആൻസറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ക്ലാസ് പവർ ഇനീക്വാലിറ്റി. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളുടെ യൂണിറ്റ് 7 നമ്മൾ ഉള്ളതായിരുന്നു. കാസ്റ്റും ക്ലാസും എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. ഇത് ഞാൻ പറഞ്ഞല്ലോ 2 യൂണിറ്റ് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത സാധനം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, നമ്മുടെ കാസ്റ്റും ക്ലാസും
നമുക്ക് എങ്ങനെ പറയാം കാസ്റ്റും ക്ലാസ്സും നമുക്ക് എങ്ങനെയാണ്, അതായത് ഫസ്റ്റ് കാസ്റ്റും ക്ലാസ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കാസ്റ്റ് എന്താന്ന് എഴുതുക. ഓക്കെ, ഒന്നും അറിയില്ലെങ്കിലും കാസ്റ്റ് എന്താന്ന് എഴുതുക. രണ്ടാമത് ക്ലാസ് എന്താന്ന് എഴുതുക. ഓക്കെ, വളരെ വളരെ ബ്രീഫായിട്ട്, ഇനിയിപ്പോ ബ്രീഫ് നോക്കണ്ട, ഇനി നന്നായിട്ട് നമുക്ക് അതിനെ കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ കാസ്റ്റ് എന്താണ്, ക്ലാസ് എന്താണെന്നുള്ളത് എഴുതാം. കാസ്റ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്ററി ആയിട്ടുള്ള ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്, അതായത് നമ്മുടെ ബർത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ക്ലാസ് എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിരിക്കും, നമ്മളുടെ എക്കണോമി, നമ്മളുടെ ആ ഒരു രീതിയിലായിരിക്കും അതിലുണ്ടാവുക. എന്നാൽ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏതിലാണോ ജനിച്ചത്, നമ്മൾ ഏതിലാണ് ഇപ്പൊ ഒരു തീയറായിട്ട്, അപ്പൊ ഓരോ കാസ്റ്റുകൾ ഉണ്ടല്ലോ, അതിൽ നിങ്ങൾ ഇപ്പൊ ഒരു നായർ ജനതയാണെന്നുണ്ടെങ്കിൽ അവരെ ഏതിലാണോ ജനിച്ചത്, അവരുടെ കുടുംബം ഏതാണോ അറിയപ്പെടുന്നത്, അതിലൂടെ തന്നെയായിരിക്കും അവരുടെ മക്കളും പോകുന്നുണ്ടാവുക. അപ്പൊ അവരുടെ ബർത്ത് അസൈൻ ചെയ്തിട്ടുള്ള ഏത് കാസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ക്ലാസ് എന്ന് പറയുന്നത് ബർത്ത് ആവുന്നതാവില്ല, അത് അച്ചീവ്ഡ് ആയിരിക്കും. ഒന്നാമത്തത് അസ്ക്രൈബിഡും രണ്ടാമത്തത് അച്ചീവ്ഡും. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ടേംസ് ആണ്. ഒന്ന് ബർത്ത് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും, നമ്മൾ നേടിയെടുക്കുന്നതായിരിക്കും ക്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്കിപ്പോ ഞാൻ നന്നായിട്ട് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ നന്നായിട്ട് ജോലിയൊക്കെ എടുത്ത് നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല റിച്ച് ക്ലാസ് ആവാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് അച്ചീവ് ചെയ്തെടുത്ത സാധനമാണ്, അത് ക്ലാസ്സിലോട്ട് പോകും. എന്നാൽ ഞാൻ ഉൾപ്പെടുന്ന ഒരു കാസ്റ്റ് ഉണ്ടാവുമല്ലോ, അതെന്ന് പറയുന്നത് പക്ഷെ എന്താണ്, ഞാൻ നേടിയെടുത്ത ഒന്നല്ല, ഞാൻ ഓൾറെഡി അതിൽ ജനിച്ചു വീണപ്പോ തന്നെ എനിക്ക് കിട്ടിയ ഒരു സാധനമാണ്. അപ്പൊ അത് കാസ്റ്റും ഞാൻ നേടിയെടുത്ത ഒന്നാണെങ്കിൽ അത് ക്ലാസ്സും ആയിരിക്കും. അതാണ് ആ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തത് ഹെറിഡിറ്ററി ആയിരിക്കും, രണ്ടാമത്തത് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. എന്നാൽ കാസ്റ്റിലോട്ട് വരുവാണെങ്കിൽ വളരെ റിജിഡ് ആയിരിക്കും, അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അതിലുണ്ടാവുക. എന്നാൽ ക്ലാസ്സിലോട്ട് വരുവാണെങ്കിൽ എന്തായിരിക്കും, ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഓപ്പൺ ആയിട്ട് എടുക്കുകയാണ്. എപ്പോ വേണമെങ്കിലും പൈസക്കാരനാവാം, എപ്പോ വേണമെങ്കിലും പൈസ ഇല്ലാത്തവനാവാം. അപ്പൊ അത് വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന പുവർ ക്ലാസ്, ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ വളരെ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മാറാൻ ചാൻസ് ഉള്ള ഒന്നാണ് ക്ലാസ് എന്ന് പറയുന്നത്. എന്നാൽ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു കാസ്റ്റിൽ നിന്ന് മറ്റൊരു കാസ്റ്റിലോട്ട് മാറാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ റിജിഡ് ആണ്. വളരെ അതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞിട്ടുള്ള സംസ്ഥാനം എന്താണ്, കാസ്റ്റിനെ വളരെയധികം നന്നായിട്ട് കാണുന്ന ഒരു, ഇപ്പോഴും കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാട്ടോ, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആൻസറിനെ നമുക്ക് അത് എഴുതാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എന്താണ്, കാസ്റ്റും ക്ലാസ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതൊക്കെ നമുക്ക് ഇതിലോട്ട് എഴുതാൻ വേണ്ടി സാധിക്കും. ദളിതുകളെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അവരാരാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് കാസ്റ്റിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ക്ലാസിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ലാസ്റ്റ് യൂണിറ്റ് ആണ് റെസിസ്റ്റൻസ് ആൻഡ് പ്രൊട്ടസ്റ്റ്. നമുക്ക് നന്നായിട്ട്, നമ്മളുടെ പെൺകുട്ടികൾക്ക് നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് പാട്രിയാർക്കി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പാട്രിയാർക്കിക്കെതിരെ ഫെമിനിസ്റ്റ് റെസിസ്റ്റൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ പണ്ഡിത രമാബായിയുടെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ആളാണ് പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. നിങ്ങളുടെ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട ഒരു പേരാണ് പണ്ഡിത രമാബായി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരെന്താണ്, പാട്രിയാർക്കിക്കെതിരെ നന്നായിട്ട് പൊരുതിയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയിലെ പാട്രിയാർക്കി എന്താണെന്നുള്ളത് ആദ്യം എന്താണ് പാട്രിയാർക്കി എന്ന് പറഞ്ഞാല്, അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം. പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, പാട്രിയാർക്കി എന്ന് പറഞ്ഞാൽ മെയിൽ ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും. അതായത് ആണുങ്ങളായിരിക്കും അവിടെ എല്ലതും തീരുമാനിക്കുന്നുണ്ടാവുക. പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവിടെ ഒരു സ്ഥാനവും ഇല്ലാത്ത, അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് കാണുന്നതിനെയാണ് നമ്മൾ പാട്രിയാർക്കൽ സിസ്റ്റം എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ന്യൂസ് ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് വളരെ നന്നായിട്ട് കാണാല്ലേ, എത്ര മരണങ്ങളാണ് നടക്കുന്നത്, എത്ര കൊലപാതകങ്ങളും എത്ര കേസുകളാണ് ഇതിന്റെ പേരിൽ നടക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസറിനെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഇതിനെതിരെ നടത്തിയിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, എന്തൊക്കെ റെസിസ്റ്റൻസ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യം പാട്രിയാർക്കി എന്താണെന്നുള്ളത് പറയാ. എന്തൊക്കെയാണ് ഇത് റെസിസ്റ്റൻസ് ചെയ്യാനുള്ള ടൂൾസ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവയർനെസ്, അതായത് നല്ല രീതിയിൽ നമ്മൾ പെൺകുട്ടികളെ നമ്മൾ അവയർനെസ് ചെയ്തിട്ട്, എഡ്യൂക്കേഷൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ പോളിസി വ്യത്യസ്ത, ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഡൗറി, അതായത് നമ്മളുടെ സ്ത്രീധനത്തിനെതിരെയുള്ള നിയമമൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. അപ്പൊ ആ നിയമമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനെ തടയാൻ വേണ്ടി സാധിക്കും. മീഡിയ ലിറ്ററേച്ചർ ഉണ്ട്, ഇപ്പൊ നമ്മുടെ പത്രങ്ങളൊക്കെ വളരെ നന്നായിട്ട് നിൽക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മീഡിയയിലോട്ട് നമുക്ക്, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഗ്രാസ് റൂട്ട് ആയിട്ടുള്ള മൂവ്മെന്റ്സ്, അതായത്
ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ജീവിക്കുന്ന നമ്മളുടെ കേരളം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി അല്ലെ, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വളരെയധികം ശബ്ദിക്കുന്ന ഒരു ജനതയാണ് ഇപ്പൊ. അപ്പൊ എന്തുണ്ടെങ്കിലും ടൂൾ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എന്ത് എഴുതാം, അവയർനെസ് ക്ലാസ് കൊടുക്കുന്നതിലൂടെ, എഡ്യൂക്കേഷൻ, അതായത് ഒരു പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയെ നമുക്ക് എതിരിടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ഫെമിനിസ്റ്റ് ആയിട്ടുള്ള റീഫോമേഴ്സ് ആയിരുന്നു പണ്ഡിത രമാബായ്. അവരെ കുറിച്ചിട്ടാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് പാട്രിയാർക്കൽ ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റിനെ വളരെയധികം എതിർത്തിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു പണ്ഡിത രമാബായ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരാളാണ് താരാബായ് എന്ന് പറഞ്ഞിട്ടുള്ള, താരാബായ് ഷിൻഡെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഒരാള്. അപ്പം ഇതിലെന്താണ് ഇവര് ഇതില് മൂവ്മെന്റ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാല്, വ്യത്യസ്ത തരം ഇന്ത്യയിൽ ഉടനീളം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വിമൻ മൂവ്മെന്റ്, അതായത് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. കുറേ അധികം മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോ ദളിത് വിഷനറികളിലൂടെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജ്യോതിബ ഫുലെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സത്യശോധക സമാജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ പണ്ട് PSC സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, ആരാണ് സത്യശോധക സമാജ് കണ്ടെത്തിയത് എന്നുള്ളത്, ആരാണ് അതിന്റെ ഫൗണ്ടർ എന്നുള്ളത്. അപ്പൊ ജ്യോതിബ ഫുലെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, ജെൻഡർ ഒപ്രഷനെതിരെയും കാസ്റ്റിനെതിരെയൊക്കെ പൊരുതാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള എന്നായിരുന്നു എന്തെന്ന് പറയുന്നത്, സത്യശോധക സമാജ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലോട്ട് ആൻസറിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. പിന്നെ ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം കാസ്റ്റിനെ കുറിച്ചും അൺടച്ചബിലിറ്റിയെ കുറിച്ചിട്ടൊക്കെ വളരെയധികം, അതായത് വളരെ ഈ കാസ്റ്റിന്റെ ഒക്കെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ, മെന്നിനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കായിരുന്നു ഏറ്റവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. പുരുഷന്മാർക്ക് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ പുരുഷന്മാരിൽ ഉപരി പാട്രിയാർക്കൽ സിസ്റ്റം കൂടി നമുക്കുള്ളത് കൊണ്ട് എന്താണ്, സ്ത്രീകളായിരുന്നു കുറച്ചുകൂടെ കൂടുതൽ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കാര്യത്തിനെയൊക്കെ കുറിച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ജ്യോതിബ ഫുലെ, അതായത് അതിന്റെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, പണ്ഡിത രമാബായിയെ കുറിച്ചിട്ട്, അതായത് എങ്ങനെയായിരുന്നു അവര് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ഷോർട്ടായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ എന്തിനു വേണ്ടിയിട്ട് സഹായിച്ചു, വിമൻസ് എഡ്യൂക്കേഷൻ, അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ സ്ത്രീകൾക്കും, അതുപോലെ തന്നെ വിഡോ ആയിട്ടുള്ള, അതായത് ഈ വിഡോ ആയിട്ടുള്ള ആളുകൾക്കും ഗേൾസിന് വേണ്ടിയിട്ടും അവര് ശർദ സദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമൊക്കെ അദ്ദേഹം അവര് തുടങ്ങുന്നുണ്ട്. ശർദ സദൻ എന്നാണ്, SHARDA ശർദ സദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനം അദ്ദേഹം തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ അവര് മുക്തി മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവരുന്നു. അതിലൂടെ അവര് വിഡോ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഓർഫൻ ആയിട്ടുള്ള, അനാഥരായിട്ടുള്ള, ഒപ്രസ്ഡ് ആയിട്ടുള്ള സ്ത്രീകളെയൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒന്നിന് വേണ്ടിയിട്ടായിരുന്നു അവര് മുക്തി മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിഷൻ അവർ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു ബുക്കിന്റെ പേര് കൂടി ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വിമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ദ ഹൈ കാസ്റ്റ് ഹിന്ദു വിമൻ, ദ ഹൈ കാസ്റ്റ് ഹിന്ദു വുമൻ. ഓക്കെ, ദ ഹൈ കാസ്റ്റ് ഹിന്ദു വിമൻ. ഇതിലൂടെ അവർ പറയുന്നത് എന്താണെന്നറിയോ, ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ വിഡോ ആയിട്ടുള്ള സ്ത്രീകളുടെ ഒപ്രഷനെ കുറിച്ചിട്ടും, ബ്രാഹ്മണിക്കലായിട്ടുള്ള പാട്രിയാർക്കിനെ കുറിച്ചിട്ടൊക്കെയായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചൈൽഡ് മാരേജിനെതിരെ, അതുപോലെ തന്നെ വിഡോ റീമാരേജ്, അതായത് ഇവർക്ക് വീണ്ടും റീമാരേജ് ചെയ്യാം എന്നുള്ള രീതിയിലോട്ടൊക്കെ വളരെയധികം ശബ്ദമുയർത്തിയിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു പണ്ഡിത രമാബായി എന്ന് പറയുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ആദ്യം ഈ ആൻസർ ചെയ്തപ്പോൾ പാട്രിയാർക്കിയെ കുറിച്ച് പറഞ്ഞിട്ട്, പിന്നീട് പണ്ഡിത രമാബായിനെ കുറിച്ച് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റ്സ്, ശർദ സദൻ, മുക്തി മിഷൻ, ഹൈ കാസ്റ്റ് ഹിന്ദു വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിനൊക്കെ കുറിച്ചിട്ടൊന്ന് ഡിഫൈൻ ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. കമ്പാരിറ്റീവ്ലി ഈ പേപ്പർ എന്ന് പറയുന്നത് വളരെയധികം മീൻസ് പഠിച്ചാൽ വളരെയധികം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് നിങ്ങൾക്ക് ഇത്. അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെഷനിലൂടെ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്താണ് നിങ്ങളുടെ അവസ്ഥ? ക്ലാസ് കഴിഞ്ഞപ്പോ എന്താ അവസ്ഥ എന്ന് പറഞ്ഞേ. ഏകദേശം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അതാണ് പറയാനുള്ളത്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ ടെക്സ്റ്റുകളിലോട്ട് ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഒരു രീതി വെച്ചിട്ട്, അതായത് നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണുന്ന, ഇന്റർനെറ്റിലൊക്കെ, അപ്പൊ നമ്മളൊരു ജനത എങ്ങനെയാ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ കുറെ സ്ക്രോൾ ചെയ്യുന്ന, ഫേസ്ബുക്കിലൂടെ ഒക്കെ നോക്കുന്ന ഒരു ജനതയാണല്ലോ നമ്മൾ, ഒരു സൊസൈറ്റി ആണല്ലോ. അപ്പൊ നമ്മൾ അതിലൂടെ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എഴുതാനുള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റ് 1 അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുപോലെ തന്നെ വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, പക്ഷെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് വില്ലേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കാസ്റ്റ്, ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് എഴുതാൻ പറ്റുന്ന ഭാഗങ്ങളാണ്.
നമുക്ക് അധികം നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ് ഒന്നും അധികം ഇല്ലാതെ നമുക്ക് ഉള്ള കാര്യങ്ങൾ വെച്ച് എഴുതാൻ പറ്റുന്നതാ. ഇപ്പൊ ഫാമിലി, മാരേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുന്ന ആൻസേഴ്സാ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാൻ നോക്കുക, മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പിന്നെ മാക്സിമം ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം മാനേജ്മെന്റ് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൻസർ ഇങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ സമയം നോക്കുമ്പോൾ സമയം കഴിഞ്ഞു പോകുന്നുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യുക, അത് അപ്പൊ സ്റ്റോപ്പ് ആയിട്ട് അവിടെ കുറച്ച് സ്ഥലമൊക്കെ വിട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് വേഗം മൂവ് ചെയ്യുക, വേഗം എഴുതുക. സമയം ഉണ്ടെങ്കിൽ അതൊന്ന് ഫുൾഫിൽ ചെയ്യുക, എല്ലാം എഴുതാൻ നോക്കുക. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇരിക്കരുത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ മാത്രം ഇരിക്കാതെ മാക്സിമം 5 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. മാക്സിമം നല്ല അറ്റൻഡ് ചെയ്യുക. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ഇരുന്നാൽ മതി. നാളെ ഒരു സമയം ഉണ്ടല്ലോ, നമുക്ക് ഞായറാഴ്ച കൂടെ സമയമുണ്ട്. ഒന്ന് ഫ്രഷ് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇരുന്നൊന്ന് പഠിക്കാൻ നോക്കുക. ഓക്കെ ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എഴുതാൻ കിട്ടും, എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ. പക്ഷെ എഴുതാനുള്ള ഒരു ചെറിയ ടെൻഷൻ ഉണ്ട്. കുറച്ചായി എഴുതിയിട്ട് എക്സാമല്ലോ. അതെ, അതൊരു വലിയൊരു ഇതാണ്. അതായത് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് എഴുതുമ്പോ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നമുക്ക് വരാം. അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാ, നാളെക്കൊന്ന് ഇരുന്നിട്ട് ഒരു പേപ്പറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതാൻ നോക്കും, ഒന്ന് എഴുതി പഠിക്കാം. ചിലവർക്ക് എന്തായിരിക്കും, ചിലപ്പോൾ എഴുതി പഠിച്ചാലായിരിക്കും ചിലപ്പം എഴുതുന്നുണ്ട്. ഇപ്പം ക്ലാസ് റിവിഷൻ ഇങ്ങനെ കുറച്ച് പഠിക്കുമ്പോ എഴുതിക്കൊണ്ട് തന്നെയാണ് പഠിക്കുന്നത്. നോട്ട് പോലെ ചെറിയൊരു ബ്രീഫ് ആക്കി വെച്ചിട്ടാണ്. പക്ഷെങ്കിൽ മറന്നു പോകുന്നു കുറച്ച്. അതിന്റെ ഒരു ഇപ്പം മേമ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടിയ പോലെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ നോക്കാം, ഇപ്പൊ നമ്മൾ ഈ ഇതിലൂടെ നമ്മൾ കുറേ പഠിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു ആൻസർ ചിലപ്പോൾ നമ്മൾ മാറിപ്പോയിട്ട് ചിലപ്പോൾ വേറെ ആൻസറിലേക്കൊക്കെ എത്തുന്നുണ്ടാവും. അപ്പം കോഡൊക്കെ ഇട്ട് പഠിക്കുക. ചിലവർക്ക് അതിലൊക്കെ ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കും. ചിലവര് കോഡൊക്കെ ഇട്ട് പഠിക്കുന്നതിൽ ഓരോ ടേം ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ കോഡ് ഇടും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ PSCയിലൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ചിലവര് കണ്ടിട്ടില്ലേ, കോഡൊക്കെ വെച്ചിട്ട് വളരെ ചിലപ്പോൾ സോങ് ഒക്കെ ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളൊരു രീതി മനസ്സിലാക്കിയിട്ട് ആദ്യം അതാണ് വേണ്ടത്. നമ്മളുടെ ഒരു ലേണിംഗ് സ്റ്റൈല് നമ്മൾ മനസ്സിലാക്കുക. ലേണിംഗ് സ്റ്റൈല് മനസ്സിലാക്കിയിട്ട് അതിനെ ഫോളോ ചെയ്യുക. ചിലവര് നല്ല വക്കീല് രൂപത്തിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക, അഡ്വക്കേറ്റ് രൂപത്തില്. ചിലർ നന്നായിട്ട് എഴുതിയായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്നുള്ളത് കണ്ടെത്തുക, എന്നിട്ട് അതിനെ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കഴിഞ്ഞോ? വലിയ എസ് എ ക്വസ്റ്റ്യൻ തന്നെയല്ലേ, ആ മോഡൽ തന്നെയല്ലേ വരുവാ? 20 അതെ, ആ രീതിയിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏകദേശം എത്ര പേജ് എഴുതേണ്ടി വരൂ? അതായത് 20 മാർക്കിനാണല്ലോ. അപ്പൊ 20 മാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 4 പേജെങ്കിലും നിങ്ങൾ എഴുതണം. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതി, പിന്നെ ഒരു പോയിന്റ് വൈസ് ഒക്കെ എഴുതി, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിന് ജസ്റ്റ് സമയം കിട്ടുമ്പോൾ വേഗം വരഞ്ഞൊക്കെ പോയിട്ട് ലാസ്റ്റ് ഒരു കൺക്ലൂഡ് ഒക്കെ ചെയ്തിട്ട് എഴുതുക. മെയിൻ ആയിട്ട് നിങ്ങൾ സമയമാണ് നോക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.